നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ് അല്ലെ. ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്റർ ആണ്. എന്താണ് 6ാമത്തെ ചാപ്റ്റർ? സദൃശ്യ ത്രികോണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. അപ്പോ നമ്മൾ ആദ്യം സദൃശ്യ ത്രികോണങ്ങൾ പഠിക്കണ മുമ്പായി നമ്മൾ 8ാം ക്ലാസ്സിൽ 1ാം ചാപ്റ്റർ പഠിച്ചിരുന്നു, തുല്യ ത്രികോണങ്ങൾ. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാം, പറഞ്ഞു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സദൃശ്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്റർ തുടങ്ങാം. നമുക്ക് തുല്യ ത്രികോണങ്ങളാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്? എപ്പോഴൊക്കെയാണ് അല്ലെ? രണ്ട് ത്രികോണങ്ങൾ കൈ കിട്ടിയിട്ടുണ്ടാവും, അതിന്റെ വശങ്ങളെല്ലാം തുല്യമാകണം അല്ലെ. രണ്ട് ത്രികോണം, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഈ 7 ഉണ്ട്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ്? തുല്യമാണെന്ന് പറയാൻ പറ്റും അല്ലെ. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിരുന്നു, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യ വശങ്ങൾക്കെതിരെ ഉള്ള കോണുകളും എന്തായിരിക്കും? തുല്യമാണ്. അപ്പൊ ഇതിനെതിരെ വരുന്ന കോൺ ഇതാണ് അല്ലെ, ഇതിനെതിരെ വരുന്ന കോൺ ഇതാണ്, ഇത് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി 5 എടുത്താൽ 5-നെതിരെ വരുന്ന കോൺ ഇത്, 5-നെതിരെ വരുന്ന കോൺ ഇത് അല്ലെ. അപ്പൊ രണ്ടും എന്തായിരിക്കും? തുല്യമാവും. ഇനി 7-നെതിരെ വരുന്ന ഈ കോണ്, 7-നെതിരെ വരുന്ന കോൺ ഇത് എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചു അല്ലെ. അതേപോലെ ഇനി അടുത്ത് പഠിച്ചിരുന്നു എന്താണ് അല്ലെ, 5ഉം 7ഉം അതിന്റെ അല്ലെ ഇടയിൽ വരുന്ന കോണും അറിയാമെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ്? തുല്യമാണ് നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ അങ്ങനെ എഴുതിയിരുന്നത്, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശം തുല്യമാണ്, മറ്റു രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമാണ്. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി മൂന്നാമത്തെ നിയമം എന്തായിരുന്നു അല്ലെ? ഒരു വര അല്ലെ 8 സെന്റിമീറ്റർ, അതിന്റെ അറ്റത്ത് രണ്ട് കോണുകൾ നമുക്കറിയാം. അതേപോലെ ഇവിടെ അറിയാമെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ എഴുതിയിരുന്നത്, ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന് രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോണുകൾ തുല്യമാണ്. ഈ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും എന്താണ്? തുല്യമാണെന്ന് പറയാൻ പറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പഠിച്ചു വെച്ചിരുന്നത് അല്ലെ, തുല്യ ത്രികോണങ്ങളായി നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഇക്കൊല്ലത്തെ അല്ലെ സദൃശ ത്രികോണങ്ങൾ എന്താണെന്ന് പറയാൻ പോവാ. അപ്പൊ താഴെ ഹെഡിങ് ചെയ്ത് വെക്കുക, കോണുകളും വശങ്ങളും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു രണ്ട് ത്രികോണങ്ങൾ മാറ്റി വരച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് ത്രികോണത്തിന്റെ കോണുകൾ വരെയൊക്കെയാണ് 80, 40, 60 അല്ലെ. 80-നെതിരെ വരുന്ന വശം 8 സെന്റിമീറ്റർ ആണ്, 60-നെതിരെ വരുന്ന 4 ആണ്, 40-നെതിരെ വരുന്ന 2 ആണ്. ഇവിടെയും അതേ കോണല്ലേ, 40, 80, 60 അതേ കോണളവിനെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. പക്ഷെ വശങ്ങൾക്ക് വ്യത്യാസമുണ്ട്. 40-നെതിരെ ഇവിടെ എത്രയായി? 6 ആയി. ഇവിടെ 40-നെതിരെ എത്രയായിരുന്നു? 2 ആയി. ഇവിടെ 60-നെതിരെ എത്രയായി? 12 ആയി. ഇവിടെ അല്ലെ, ഇവിടെ എത്രയായിരുന്നു? 60-നെതിരെ 4 ആയിരുന്നു. ഇനി 80-നെതിരെ ഇവിടെ 24 ആയി. ഇവിടെ 80-നെതിരെ എത്രയായി? 8 ആയി. അപ്പൊ ഇവിടെ എങ്ങനെ മാറ്റം വന്നു നോക്ക്. 40-ന്റെ എതിരെ 2 ആയിരുന്നു, അതേ സ്ഥാനത്ത് ഇവിടെ 40-നെതിരെ 6 ആണ്. 2 എങ്ങനെ 6 ആയി നോക്ക്. എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ്? 3 കൊണ്ട് അല്ലെ. 2 ഗുണിക്കണം 3 ആണ് 6. അതേപോലെ തന്നെ അല്ലെ 60-നെതിരെ ഇവിടെ 4, ഇവിടെ 12. അപ്പൊ 4 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. അപ്പൊ 4 ഗുണിക്കണം 3 എന്നാണ് 12. അതേപോലെ തന്നെ അല്ലെ 80-നെതിരെ ഇവിടെ 8 ആണ്, ഇവിടെ എത്ര? 24. അപ്പൊ 3 × 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 24 ആണ് നമുക്ക് വന്നത്. അപ്പൊ എന്ത് പറയാം, നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ്? സദൃശ്യമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ സദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയണത്? രണ്ട് ത്രികോണങ്ങളുടെയും കോണുകൾ തുല്യം മാത്രം പോരാ, ഇവിടെ നമുക്ക് വശങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വശങ്ങളൊക്കെ വ്യത്യാസമാണ്, തുല്യ വശങ്ങളാകുന്നില്ല അല്ലെ. 40-ന് അതേപോലെ വശങ്ങളല്ല ഇവിടെ വരുന്നത്. ഇവിടെ 2 ആകുമ്പോ ഇവിടെ 2 അല്ല വന്നിട്ടുള്ളത് അല്ലെ, ഇവിടെ 6 ആയി മാറി. അപ്പൊ ഇവിടെ എത്ര കൊണ്ട് ഗുണിച്ചിരുന്നു? 3 കൊണ്ട് ഗുണിച്ചു. ആ 3-നെ പറഞ്ഞ പേരാണ് തോത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു അല്ലെ ഓരോ സൈഡുകളും ഓരോ വശങ്ങളും 3 കൊണ്ട് ഗുണിച്ചിട്ടാണ് അടുത്ത ത്രികോണം കിട്ടിയത്. ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? സദൃശ്യമാണ്. അപ്പൊ താഴെ എഴുതി വെക്കുക, എന്താണ്? വശങ്ങളുടെ മാറ്റം ഒരേ തോതിലായ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യം എന്ന് പറയുന്നു. അപ്പൊ സദൃശ്യം എന്ന് കിട്ടിയാൽ എങ്ങനെയാ പറയുന്നത് അല്ലെ? ഒരേ തോതിലാണെങ്കിൽ
അല്ലെ ഇതിന്റെ വശങ്ങളെല്ലാം ഒരേ തോതിലാണെങ്കിൽ രണ്ടാമത്തെ ത്രികോണാണെങ്കിൽ അതിനെ സദൃശ്യം എന്ന് പറയാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത ത്രികോണം നോക്കിയാലോ. അടുത്തെടുത്തു അല്ലെ ത്രികോണത്തിന് ABC എന്ന് പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്തു കോണളവും കൊടുത്തു. ഏതൊക്കെ 30, 60, 90. ഇനി എന്ത് ചെയ്തു ഞാന് എന്ത് ചെയ്തു വശങ്ങൾ എഴുതി 3, 4, 5. ഇനി അടുത്ത ത്രികോണം കൊടുത്തു അല്ലെ അതിന് ഞാൻ എന്ത് കൊടുത്തു PQR കൊടുത്തു കോണളവ് കൊടുത്തു. ഇനി എന്ത് ചെയ്യാൻ പോവാണ് നമ്മള് അല്ലെ തോത് കണ്ടുപിടിക്കാൻ പോകും അല്ലെങ്കിൽ എത്ര തോതായും സദൃശമാണെന്ന് പറയാൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു 6 എടുത്തു 8 എടുത്തു 10 എടുത്തു. അപ്പൊ 5 എങ്ങനെ 10 നോക്കുക അല്ലെ 3 എത്ര 6 4 എത്രയായി 8 എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ് അല്ലെ 5 × 2 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 2 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഇവിടെ മൊത്തം വന്നത്. അപ്പൊ ഇതിനെ തോത് എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ 2 വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇതിനെ എടുത്തത് ഏതാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു ചെറിയ ടേബിൾ വരച്ചു. ഇവിടെ ഏതൊക്കെയാണ് ത്രികോണം ABC, ത്രികോണം PQR, വശങ്ങളുടെ അംശബന്ധം, കോണളവ് 90, 30, 60. അപ്പൊ ത്രികോണം ABCയില് ഇതാണ് ത്രികോണം ABCയില് 90 ഡിഗ്രി ഇവിടെയാണ്. ഇതിന് എതിരെ വരുന്ന വശം എത്ര പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് 5 സെന്റിമീറ്റർ. അത് ഞാൻ എടുത്ത് വെച്ചു. അതേപോലെ ത്രികോണം PQRല് 90ന്റെ എതിരെ വരുന്ന വശം എത്രയാണ് 10. അതെടുത്ത് എഴുതി. അപ്പൊ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് AC അംശബന്ധം PR എന്ന് പറഞ്ഞാൽ 5:10. ഇതിനെ ഒന്ന് ചെറുതാക്കാൻ പറ്റും അല്ലെ നമ്മൾ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ 5:10 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം 1:2 എന്ന അംശബന്ധത്തിൽ എഴുതാൻ പറ്റും. ഇനി അടുത്തത് 30 എടുത്തു. 30-നെതിരെ വരുന്ന വശം എത്രയാണ് 3 ത്രികോണം ABCയില്. 30-നെതിരെ വരുന്ന വശം എത്രയാണ് PQRല് 6 എഴുതി. ഇവ തമ്മിൽ അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:6. അങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ വീണ്ടും എത്ര കിട്ടുക 1:2. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ 1:2 കണ്ടെത്തി, വീണ്ടും 1:2 കണ്ടെത്തി. അപ്പൊ ഇനി എന്ത് പറയാൻ പറ്റും 60നെ കണ്ടെത്തി കൂടെ. അപ്പൊ 60 കണ്ടെത്തി. അതിനെതിരെ വരുന്ന വശം എത്രയാണ് 4. ത്രികോണം PQRനെതിരെ വരുന്ന വശം എത്ര 8. അപ്പൊ അവർ തമ്മിൽ അംശബന്ധം എന്ന് പറഞ്ഞാൽ 4:8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1:2. അപ്പൊ ഇവിടെ എന്ത് കിട്ടി സദൃശ്യമാണെങ്കിലും അവരുടെ തമ്മിലുള്ള വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലെ. ഇവിടെ കിട്ടിയ എത്രയാണ് 1:2. അപ്പൊ എല്ലാത്തിന്റെയും അംശബന്ധം എന്തായിരിക്കും തുല്യമായിരിക്കും എന്ന് പറയാൻ പറ്റും. നമുക്ക് റിസൾട്ട് ആക്കി എഴുതിയാലോ. അപ്പൊ ഒരു കോണുകളും അല്ലെ ഒരേ കോണുകളുടെ ത്രികോണങ്ങളുടെ വശങ്ങൾ വലിപ്പക്രമത്തിൽ ഒരേ അംശബന്ധത്തിലാണ്. ഇവിടെ എത്ര കിട്ടിയിരിക്കണേ 1:2. അപ്പൊ ഒരേ അംശബന്ധത്തിലായിരിക്കും എല്ലാ വശങ്ങളും വരിക. അതാണ് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കണ്ടെത്തിയത് അല്ലെ. 1:2 ഒരു എക്സാമ്പിൾ അല്ലെ എടുത്തപ്പോ ചെയ്തപ്പോ കണ്ടെത്തിയത്. ഇനി എന്ത് ചെയ്യാ ഇതേ ചോദ്യം നമ്മൾ വീണ്ടും ടേബിൾ ഒന്ന് മാറ്റുക. വീണ്ടും എന്ത് ചെയ്യണേ അതേപോലെ തന്നെയാണ് വശങ്ങളുടെ അംശബന്ധം മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു തോതാക്കി. അപ്പൊ ത്രികോണം ABCയുടെ 90 ഡിഗ്രി എതിരെ വരുന്ന വശം എന്ന് പറഞ്ഞാൽ 5. അത് 5 എഴുതി. ത്രികോണം PQRൽ എത്രയാണ് 10. അപ്പൊ 5 മുതൽ 10ലേക്കാണ്. അപ്പൊ എത്ര തോത് വരുന്നത് അല്ലെ 2. നമ്മളറിയാം ഗുണിച്ചത് നമ്മൾ. അപ്പൊ എത്ര തോത് എത്ര വരുന്നത് 2 നമ്മൾ തോത്. ഇനി അടുത്ത 30 ഡിഗ്രി ആവുമ്പോ ത്രികോണം ABCയില് എത്ര വരും അല്ലെ വശം 3. അപ്പൊ ത്രികോണം PQR എത്രയാണ് 6. അപ്പൊ 3 എങ്ങനെ 6 2 കൊണ്ട് ഗുണിച്ചിട്ടല്ലേ. അപ്പൊ അതാണ് നമ്മളെ തോത് എന്ന് പറയുന്നത്. അടുത്തത് 60 ആകുമ്പോ എന്താ വരിക 4 അല്ലെ. ത്രികോണം PQRൽ എത്ര വരുന്നത് 8. 4 എങ്ങനെ 8 2 കൊണ്ട് ഗുണിച്ചിട്ടല്ലേ. 4:2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 8. അപ്പൊ അവിടെ തോത് എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 നമ്മള് തോത് വന്നത്. അപ്പൊ നമുക്ക് എഴുതാം അല്ലെ ഈ കോണുകളെല്ലാം തുല്യമാവുകയും വശങ്ങളെല്ലാം ഒരേ തോതിലാണ് വരുന്നത് പറയാം. അപ്പൊ താഴെ എഴുതി വെക്കുക. ഒരേ കോണുകളുള്ള ത്രികോണങ്ങളിൽ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളുടെ നീളം മാറുന്നത് ഒരേ തോതിലാണ്. നമ്മൾ കണ്ടെത്തിയല്ലോ തൊട്ടുമ്പോ 2, 2, 2 അല്ലെ. എല്ലാത്തിനും ഒരേ തോതാണ് നമുക്ക് എന്ത് കിട്ടിയത്. ക്ലിയർ ആയല്ലോ.
നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലെ. അതിന് ഒന്നാമത്തെ എക്സാമ്പിൾ. അപ്പൊ ഞാനിത് രണ്ട് ത്രികോണങ്ങൾ എടുത്തു. ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഫസ്റ്റ് നമ്മള് ത്രികോണം പി ക്യു ആറും ത്രികോണം എ ബി സിയും എന്ത് ചെയ്തു, പരിഗണിക്കുക. നമുക്കറിയാം ഇവിടെ ആരൊക്കെ തമ്മിൽ തുല്യാണ്, ഇല്ല, കോൺ സിയും കോൺ ആറുമായി തുല്യാണ്. അപ്പൊ കോൺ സി സമം എങ്ങനെ എഴുതാ, കോൺ ആറ്. പിന്നെ ആര്, കോൺ ബിയും കോൺ ക്യൂവും തമ്മിൽ തുല്യാണ്. കാരണം 90 ഡിഗ്രിയാണ്. കോൺ ബി സമം കോൺ ക്യൂ. ഇവാണെങ്കിൽ ഇവിടെ എത്ര സമം എത്ര എഴുതാം അല്ലെ, 30 ഡിഗ്രി. ഇവിടെ എത്രയാണ്, 90 ഡിഗ്രി. ഇനി അടുത്ത കോൺ എയും പിന്നെ ആരാണ്, കോൺ പിയും തമ്മിൽ തുല്യാണ്. അപ്പൊ കോണുകളെല്ലാം തുല്യമായി കഴിഞ്ഞാൽ ആ രണ്ട് ത്രികോണങ്ങളും നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, സദൃശ്യമാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. കോണുകളെല്ലാം തുല്യമാവുകയും അതിന്റെ തോതുകൾ അല്ലെ ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ 5 എത്രയായി, 10 അല്ലെ, 4 എത്രയായി, 8 3 എത്രയായി, 6. അപ്പൊ ഒരേ തോതിലാണ് വരികയും കോണുകളെല്ലാം തുല്യമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങൾ എന്ത് പറയാം, സദൃശ്യമാണെന്ന് പറയാം. അപ്പൊ ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും എന്നിവ സദൃശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റി. ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സദൃശ്യമാണെങ്കിൽ നമുക്ക് അംശബന്ധം എഴുതാൻ പറ്റും. അപ്പോ ഒരേ അല്ലെ വശങ്ങൾക്ക് അല്ലെങ്കിൽ ഒരേ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും, ഒരേ അംശബന്ധമായിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് എ എന്ന കോണിന്റെ ഇതിന് 60 ആണ്. അത് 60-നെതിരെ വരുന്ന വശം എന്ന് പറഞ്ഞാൽ ബി സി ആണ്. അപ്പൊ ബി സി അംശബന്ധം. ഇനി ഇവിടെ 60 ആണ്, ഇതിനെതിരെ വരുന്ന വശം ആരാ, ക്യു ആർ. അപ്പൊ ക്യു ആറുമായിട്ട് അംശബന്ധം ചെയ്തു സമം. ഇനി 30 എടുത്തു, 30-നെതിരെ വരുന്ന വശം ആരാ, എ ബി അംശബന്ധം. ഇവിടെ 30-നെതിരെ വരുന്ന വശം ആരാ, പി ക്യു സമം. ഇനി കോൺ ബി എടുത്തു, കോൺ ബിക്ക് എതിരെ വരുന്ന വശം ആരാ, എ സി. അത് ആരുമായിട്ട് അംശബന്ധം ചെയ്യും, ക്യൂ, കോൺ ക്യൂവിന്റെ എതിരെ വരുന്ന വശവുമായിട്ട് അംശബന്ധം വരും. അപ്പൊ പി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഈസ് ടു ബി ആണെങ്കിൽ എ ബൈ ബി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഇതാ, ബി സി ബൈ ക്യു ആറ് സമം എ ബി ബൈ പി ക്യു സമം എ സി ബൈ പി ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടി, ഒരേ അംശബന്ധത്തിലാണ്. ഇനി ഇവിടെ തമ്മിൽ അംശബന്ധം എത്രയാവും അല്ലെ, നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു അല്ലെ, 3 6 ഇപ്പൊ 3:6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1:2 ആണ്. 4:8 എന്ന് പറയുമ്പോഴും അത് എത്രയാണ്, 1:2 ആണ്. 5:10 എന്ന് പറഞ്ഞാലും 1:2. അപ്പൊ ഒക്കെ ഒരേ അംശബന്ധത്തിലാണെന്ന് നമുക്ക് എന്ത് പറ്റി, പറയാൻ പറ്റി. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിയാലോ. രണ്ടാമത്തെ എക്സാമ്പിൾ. വീണ്ടും ഞാനൊരു ത്രികോണം, അപ്പൊ നമ്മൾ ആദ്യം വരച്ചൊരു മട്ട ത്രികോണായിരുന്നു. മട്ട ത്രികോണം അല്ലാത്തൊരു ത്രികോണം വരച്ചു. ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും. ഇവിടെ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്, ബി സി എന്ന് പറഞ്ഞാൽ എ ആണ്, എ സി എന്ന് പറഞ്ഞാൽ സി ആണ്. അതേപോലെ പി ക്യു എന്ന് പറഞ്ഞാൽ പിയും ക്യു ആർ എന്ന് പറഞ്ഞാൽ ആറും പി ആർ എന്ന് പറഞ്ഞാൽ ക്യു ആണ്. അപ്പൊ ഇവിടെ എന്തില്ല, എത്ര സെന്റിമീറ്റർ എന്ന് പറയില്ല. അപ്പൊ എ ബി സി എന്ന് നമുക്ക് വശങ്ങൾ തന്നിട്ടുള്ളൂ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ ഞാൻ എന്ത് ചെയ്തു, പരിഗണിക്കാൻ പോവാണ്. ഇത് സദൃശ്യമാണ് തെളിയിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്താ ആദ്യം സദൃശ്യമാണ് തെളിയിക്കേണ്ടത് എന്തായിരുന്നു, കോണുകളെല്ലാം തുല്യമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ രണ്ട് ത്രികോണത്തിന്റെ കോണുകളെല്ലാം തുല്യമാണെന്ന് കണ്ടെത്തണം. അപ്പൊ ഇവിടെ നോക്കുക, കോൺ എയും 40 ഡിഗ്രിയാണ്. അത് ആരുമായിട്ട് തുല്യാണ്, കോൺ ആറുമായിട്ട് എന്താണ്, തുല്യമാണ്. ഇനി കോൺ ബി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അത് ആരുമായിട്ട് ഈക്വൽ ആണ് അല്ലെ, കോൺ പിയുമായിട്ട് തുല്യാണ്. ഇനി അടുത്ത കോൺ ഏതാ, കോൺ സി ആണ്. കോൺ സി എന്ന് പറഞ്ഞാൽ 80 ആണ്. 80 ആരുമായിട്ട് തുല്യാണ്, കോൺ ക്യൂമായിട്ട് തുല്യാണ്. അപ്പൊ 80 ഡിഗ്രി അല്ലെ. അപ്പോ ഈ രണ്ട് ത്രികോണത്തിന്റെയും കോണുകൾ തമ്മിൽ എന്തായി, തുല്യമാണ്. അങ്ങനെ ആണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ എന്ത് പറയാം, സദൃശ്യമാണെന്ന് പറയാൻ പറ്റി. സദൃശ്യമാണെങ്കിൽ നമുക്ക് ആ രണ്ട് ത്രികോണങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം ഞാൻ കോൺ എന്റെ എടുത്തു, അതിനെതിരെ വരുന്ന വശം ആരാണ്, ബി സി ആണ്. അത് ആരുമായിട്ട് അംശബന്ധം ചെയ്യാൻ പറ്റും,
അല്ലെ കോൺ എക്ക് തുല്യമായ കോൺ ഏതാ ആറാണ്. ആറിന്റെ എതിരെ വരുന്ന വശം ആരാ പി ക്യു ആണ്. പി ക്യുമായിട്ട് നമുക്ക് അംശബന്ധം എഴുതാൻ പറ്റും സമം. ഞാൻ ബി എടുത്തു. ബിക്ക് എതിരെ വരുന്ന വശം ആരാ എ സി ആണ്. അംശബന്ധം ബി എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ വരുന്ന വശം ആരാണ് ക്യു ആറുമായിട്ട് അംശബന്ധം എഴുതാൻ പറ്റും സമം. ഇനി കോൺ സി എന്ന് പറഞ്ഞാൽ 80 ആണ്. ആ 80-നെതിരെ വരുന്ന വശം ആരാ എ ബി ആണ്. അത് ആരുമായിട്ട് എഴുതാൻ പറ്റും അല്ലെ കോൺ ക്യൂവിന്റെ എതിരെ വരുന്ന വശവുമായി നമുക്ക് അംശബന്ധം എഴുതാൻ പറ്റും. അപ്പൊ ഇതിനെങ്ങനെ എഴുതാ ബി സി ബൈ പി ക്യൂ സമം എ സി ബൈ ക്യു ആർ സമം എ ബി ബൈ പി ആർ എന്ന് പറയാം. ഈ ബി സിക്ക് നമുക്ക് അളവ് അറിയാം. എത്രയാണ് ബി സി എന്ന് പറഞ്ഞാൽ എ ആണ്. എ ബൈ പി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പി ആർ. എ സി എന്ന് പറഞ്ഞാൽ എത്രയാണ് സി ആണ്. ക്യു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണ്. ഇനി എ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്. പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 2 ആണ്. അപ്പൊ നമുക്ക് അതിന് വിലകൾ ഇട്ട് കൊടുത്തപ്പോ എ ബി ബൈ പി സമം സി ബൈ ആർ സമം പി ബൈ ക്യു ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത ശേഷം ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. അപ്പൊ എക്സാമ്പിൾ 3 എന്താണ് എക്സാമ്പിൾ 3 പറയുന്നത്? ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ അകത്താണ് ഒരു ത്രികോണം തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഏതൊക്കെ ത്രികോണങ്ങളാണ്? ഒന്ന് വലിയ ത്രികോണം ഉണ്ട്. ഏതാ വലിയ ത്രികോണം? എ ബി സി എന്നൊരു വലിയ ത്രികോണവും സി എൻ എം എന്നൊരു ചെറിയ ത്രികോണങ്ങളും ഉണ്ട്. ഏതാണ് വലിയ ത്രികോണം? എ ബി സി എന്നൊരു വലിയ ത്രികോണവും ചെറിയ ത്രികോണം എന്ന് പറഞ്ഞാൽ സി എൻ എം എന്നൊരു ചെറിയ ത്രികോണവും ഉണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണെന്ന് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി ആ രണ്ട് ത്രികോണങ്ങളും പരിഗണിച്ചു അല്ലെ. ത്രികോണം എ ബി സി, ത്രികോണം എം എൻ സി അല്ലെ, എം എൻ സി. ഈ രണ്ട് ത്രികോണത്തിനെയും പൊതുവായിട്ടുള്ള കോണ് സി അല്ലേ. അപ്പൊ കോൺ സി എന്ന് പറയാം, നമുക്ക് പൊതുകോൺ എന്ന് പറയാൻ പറ്റി. അപ്പൊ ഇത് രണ്ട് ത്രികോണത്തിനകത്തും സി ഉണ്ട്. കാരണം എ ബി സിനകത്ത് സി ഉണ്ട്, എം എൻ സിനകത്തും സി ഉണ്ട്. ഇനി നമുക്കറിയാം ഈ കോണും എന്താണ് 90 ഡിഗ്രിയാണ്. ഏതാണ് കോണ്? കോൺ എം എൻ സിയും എ ബി സിയും തമ്മിൽ എന്താണ് തുല്യമാണ്. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഏതൊക്കെ കോണ്? എം എൻ സിയും എ ബി സി എന്നപ്പോ കോൺ എം എൻ സി സമം കോൺ എ ബി സി സമം എത്രയായി? 90 ആയി. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന കോണും ഇവിടെ ഉണ്ടാവുന്ന കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ കോൺ സി എം എന്നും കോൺ അല്ലെ സി എ ബിയും തമ്മിൽ എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും കോണുകൾ തുല്യമായത് കൊണ്ട് അപ്പൊ ഈ രണ്ട് ത്രികോണം എന്ത് പറയാം? സദൃശ്യമാണെന്ന് പറയാം. അപ്പൊ ത്രികോണം എ ബി സിയും ത്രികോണം എം എൻ സിയും തമ്മിൽ എന്താണ്? സദൃശ്യം എന്ന് പറയാൻ പറ്റി. ഇനി എന്ത് ചെയ്യാൻ പോവാ? നമ്മള് ഇതിന്റെ അംശബന്ധം എഴുതാൻ പോവാ. ആദ്യം സി എടുത്തു. അപ്പൊ സിന്റെ എതിരെ വരുന്ന വശം ചെറിയ ത്രികോണത്തിന്റെ ആരാണ്? എം എൻ ആണ്. എം എൻ അംശബന്ധം. ഇനി സിന്റെ വലിയ ത്രികോണത്തിന്റെ വശം ആരാ? എ ബി. അപ്പൊ ഇതിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എ ബി സമം. ഇനി എൻ എടുത്തു അല്ലെ, ഈ കോണ് 90 ആണ്. ഇതിനെതിരെ വരുന്ന വശം ആരാ? എം സി ആണ്. അപ്പൊ എം സി അംശബന്ധം. ഈ കോണ് ആരുമായിട്ട് തുല്യാണ്? ബിയുമായിട്ട്. ബി എന്ന ഇതിന്റെ വലിയ ത്രികോണത്തിന്റെ വശം ആരാ? എ സി സമം. ഇനി ആരേ ഉള്ളൂ നമുക്ക് അല്ലെ? ഈ കോണിന്റെ എടുത്തു. ചെറിയ ത്രികോണത്തിന്റെ വശം എന്ന് പറഞ്ഞാൽ സി എൻ അംശബന്ധം. ഇനി ഇതിന്റെ എതിരെ വരുന്ന വശം ആരാ? സി ബി ആണ്. സി ബിയുമായിട്ട് തുല്യാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്തത് ഇവിടെ ചെറിയ ത്രികോണം ആയതുകൊണ്ട് ഇവിടൊക്കെ ചെറിയ ത്രികോണമൊക്കെ ആക്കി എടുക്കണേ, മാറി എടുക്കരുത്. എവിടെയാണ് ആദ്യം നമ്മൾ എങ്ങനെ എടുത്തത് അതേപോലെ ബാക്കി അംശബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഇതിന് മാറ്റി എഴുതാം. എം എൻ ഹരിക്കണം എ ബി സമം എം സി ഹരിക്കണം എ സി സമം സി എൻ ഹരിക്കണം സി ബി. നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ ചെറിയ ത്രികോണമാണ് ആദ്യത്തെ വശാക്കി എഴുതിയെന്നുള്ളൂ. ഇനി തിരിച്ചു വേണമെങ്കിലും എന്ത് എഴുതാം അല്ലെ? വലിയ ത്രികോണം ആദ്യത്തെ വശാക്കി എഴുതാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എങ്ങനെ വരും? ഇവിടെ എ ബി അംശബന്ധം അല്ലെ എം എൻ സമം
AC അംശബന്ധം MC സമം CB അംശബന്ധം CM. അപ്പൊ തിരിഞ്ഞു വരുന്നുള്ളൂ, യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആദ്യം ഈ വശത്തിന്റെ എതിരെ വരുന്ന ചെറിയ വശം എടുത്തു, MN അത് ആരുമായിട്ട് വലിയ ത്രികോണത്തിന്റെ ഈ വശവുമായി വന്നു. പിന്നെ 90 ഡിഗ്രി എടുത്തു അടുത്ത കോണ്, ഇതിനെതിരെ ചെറിയ വശം ആരാണ്? ത്രികോണത്തിന്റെ MC ആണ്, അത് ആരുമായിട്ട് വരും? ഈ വലിയ വശവുമായിട്ട് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 105 to 107 വരെ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഒരു ത്രികോണത്തിന്റെ ഒരു വശം 8 സെന്റിമീറ്ററും അതിലെ രണ്ട് കോണുകൾ 60 ഡിഗ്രിയും 70 ഡിഗ്രിയും ആണ്. കോണുകൾ മാറാതെ വശങ്ങൾ അതിന്റെ 1.5 മടങ്ങായ ത്രികോണം വരക്കുക. അപ്പൊ നമ്മോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 8 സെന്റിമീറ്റർ എന്താണ് വശമാണ്, അതിന്റെ രണ്ട് കോണുകൾ 60 ഡിഗ്രിയും 70 ഡിഗ്രിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ റഫ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? 8 സെന്റിമീറ്റർ ആണ്, പിന്നെ 60 ഡിഗ്രിയും 70 ഡിഗ്രിയാണ് വരുന്നത്. ഇനി ഇത് മാറാതെ ഇതിനെത്ര 1.5 മടങ്ങായ ഒരു ത്രികോണം വരക്കാനാവണം. ഈ 1.5 എന്ന് പറയുമ്പോ 1/2 ആണ് അല്ലെ? ഇതിനൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ 1 കൂട്ടണം 1/2. അപ്പൊ 2 × 1 കൂട്ടണം 1/2 എത്രയായി? 2 കൂട്ടണം 1/2. അപ്പൊ എത്ര കിട്ടി? 3/2 ആണ് അതുകൊണ്ട് ഗുണിക്കേണ്ടത്. അപ്പൊ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3/2. അപ്പൊ 8നെ നമുക്ക് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? ഗുണിക്കണം 1/2. അപ്പൊ 1/2 എന്ന് പറയുമ്പോ 3/2. അപ്പൊ 8 × 3 24/2 എത്ര കിട്ടി? 12 ആണ്. അപ്പൊ ഈ വശം എത്രയായി? 12 ആയി. അപ്പൊ കോണുകളൊന്നും മാറുന്നില്ല അല്ലെ? നമ്മൾ പറഞ്ഞ കോണുകൾ മാറാതെ വശങ്ങൾ മാറാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വശങ്ങൾ ഇതിന്റെ 1.5 മടങ്ങായ ത്രികോണം വരക്കാനാണ്. അപ്പൊ നമ്മള് അല്ലെ, നമ്മൾ എങ്ങനെ വരക്കാം നോക്കാം. അതായത് നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞാൽ റഫ് ഫിഗർ എങ്ങനെ വരിക? ഇങ്ങനെയാണ് നമുക്ക് റഫ് ഫിഗർ വരുന്നത്. അപ്പൊ അത് എങ്ങനെ കറക്റ്റ് വരക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം? 12 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പേര് കൊടുക്കുക. എയും ബി എന്നൊരു ബിന്ദു അടയാളപ്പെടുത്തി 12 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? 60 ഡിഗ്രിയും 70 ഡിഗ്രിയും അല്ലെ കോണളവാണ് ഞാൻ അടുത്തത്. അപ്പൊ എയിൽ നിന്ന് ഒരു 60 ഡിഗ്രി എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. അപ്പൊ പ്രൊട്രാക്ട് എയിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു? 60 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്തു? സ്കെയിൽ എടുത്ത് എന്ത് ചെയ്തു? നീട്ടി ഒരു വര വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഉണ്ടാവുന്ന കോണളവ് എഴുതി. എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തി. ഇനി ഇനി നമുക്ക് 70 ഡിഗ്രി അടയാളപ്പെടുത്തണം. അതിനുവേണ്ടി പ്രൊട്രാക്ട് എടുത്ത് ബിയിൽ വെച്ച് എന്ത് ചെയ്തു? 70 ഡിഗ്രി അടയാളപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? സ്കെയിൽ എടുത്ത് നീട്ടി വര വരച്ചു. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന കോണളവ് എഴുതി. എത്ര ഡിഗ്രി ആണെന്ന്? 70 ഡിഗ്രി ആണെന്ന് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ നീട്ടി വരച്ചപ്പോ രണ്ട് കോണ് കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ? രണ്ട് ബിന്ദുക്കൾ. അതിന് നമ്മൾ എന്ത് കൊടുക്കുക? സി എന്ന് പേര് കൊടുക്കുക. അപ്പൊ ത്രികോണം ABC നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലെ? നമുക്ക് ആദ്യം പറഞ്ഞ ത്രികോണം തരുന്നു. ത്രികോണം എന്ന് പറഞ്ഞത് 8 സെന്റിമീറ്ററും കോണളവ് 60ഉം 7ഉമായ ത്രികോണം വരച്ച് അതിന്റെ 1.5 മടങ്ങാക്കാനാ പറഞ്ഞത്. അപ്പൊ 8ന്റെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മള് അല്ലെ 12 ആണ് നമ്മൾ കണ്ടെത്തി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഒരു ത്രികോണത്തിന്റെ മട്ടമൂലയിൽ നിന്ന് കർണത്തേക്ക് വരക്കുന്ന ലംബം കർണത്തിന് 2 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ നീളമുള്ള ഭാഗങ്ങളാക്കുന്നു. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലംബം മുറിച്ചുണ്ടാക്കുന്ന രണ്ട് ചെറിയ മട്ട ത്രികോണങ്ങൾക്കും ഒരേ കോണളവാണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണെന്ന് തെളിയിച്ചാൽ മതി. പിന്നെ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലംബകത്തിന്റെ ഉയരം h എന്ന് എടുത്താൽ ഇതിന്റെ h എടുത്താൽ h/2 സമം 3/h എന്ന് തെളിയിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വലിയ മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങൾ കണക്കാക്കുക. അപ്പൊ ലംബവശങ്ങൾ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ h-ന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മട്ട ത്രികോണത്തിന്റെ മൂലയിൽ നിന്നോ കർണത്തിലേക്ക് വരക്കുന്ന ലംബത്തിന്റെ നീളം h എന്നും അത് കർണത്തെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം a, b എന്ന് എടുത്താൽ h² സമം ab എന്ന് തെളിയിക്കുക. അപ്പൊ ഇവിടെ ഒന്നുമില്ല, ഈ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററിന്റെ പകരം അവിടെ ആരാക്കി കൊടുക്കുക? എയും ബി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് h സ്ക്വയർ സമം ab കിട്ടും. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലംബം മുറിച്ചു കിടക്കുന്ന രണ്ട് ചെറിയ മട്ട ത്രികോണങ്ങൾക്ക് ഒരേ കോണുകളാണെന്ന് തെളിയിക്കാനാ പറഞ്ഞത്. ഞാൻ ഈ ത്രികോണത്തിന് എന്ത് പേര് കൊടുത്തു? എ ബി സിയും ഡി കൊടുത്തു. ഇവിടെ എ ഡി ബി എന്ന ത്രികോണത്തിനായിട്ട് മാറ്റി വരച്ചു അല്ലെ. ആ ത്രികോണത്തിന് ഇവിടെ ഉണ്ടാവുന്ന കോണ് എന്ത് കൊടുത്തു? ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു. അപ്പൊ ഏത് ത്രികോണം നമ്മൾ മാറ്റി വരച്ചത്? ത്രികോണം ഏതാണ് അല്ലെ? ത്രികോണം എ ബി ഡി. അവിടെ ആരാണ്? കോൺ എ ബി ഡി സമം എക്സ് ആക്കി എടുത്തു. ഇത് 90 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം കോൺ ബി ഡി എ സമം 90. അപ്പൊ ഇനി ഈ കോണ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? 90ൽ നിന്ന് അല്ലെ 180 നിന്ന് കുറച്ചിട്ടാ മതി. നമുക്കറിയാം ഈ കോണും ഈ കോണും ഈ കോണും കൂട്ടിക്കഴിഞ്ഞാൽ 180 എന്ന് പറഞ്ഞാൽ കോൺ എ ബി ഡിയും കോൺ ബി ഡി എയും കോൺ ബി എ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 180. കോൺ എ ബി ഡി എന്ന് പറഞ്ഞ എക്സ് ആണ്. കോൺ ബി ഡി എന്ന് പറഞ്ഞ 90 ആണ്. ഈ കോൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതേപോലെ എടുത്തെഴുതി സമം 180. ഇനി എന്ത് ചെയ്തു ഞാന് അല്ലെ? ഇതിനിടെ കോൺ ബി എ ഡിനെ അവിടെ നിർത്തി. ബി എ ഡി സമം 180. ഇവിടെ പ്ലസ് 90 അപ്പുറം കൊണ്ടുപോകുമ്പോ -90 പ്ലസ് എക്സിന് അങ്ങോട്ട് പോകുമ്പോ -x. അപ്പൊ 180 90 കുറച്ചാൽ 90 - x. അപ്പൊ ഈ കോൺ അളവ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി അല്ലെ? 90 കുറക്കണം x ആയി മാറി. ഇനി ഇതേപോലെ അടുത്ത ത്രികോണം എടുത്തൂടെ അല്ലെ? ഈ ത്രികോണം എടുത്തു, അത് എങ്ങോട്ടൊന്ന് മാറ്റി വരച്ചു. ഇവിടെ ഉണ്ടാകുന്ന കോൺ എത്രയാണ്? ഞാൻ x എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് 90 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ ഏതാ ത്രികോണം? ഏതെടുത്ത്? ത്രികോണം എ ഡി സി എടുത്തു. നമുക്കറിയാം കോൺ എ ഡി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ്. അതേപോലെ കോൺ ഡി എ സി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്കി എടുത്തു. നമുക്ക് ഈ കോണ് കണ്ടെത്തണം. നമുക്കറിയാം കോൺ എ ഡി സിയും കോൺ ഡി എ സിയും കോൺ ഡി സി യും തമ്മിൽ കൂട്ടിയാൽ 180 ആണ്. കോൺ എ ഡി സി എന്ന് പറഞ്ഞാൽ 90, ഡി എ സി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ കോൺ കൂട്ടണം. കോൺ ഡി സി എ സമം 180. അപ്പൊ കോൺ ഡി സി എ സമം എത്രയാണ്? 180 കുറക്കണം അല്ലെ. പ്ലസ് 90 സമത്തിനപ്പുറം -90 പ്ലസ് എക്സ് സമത്തിനപ്പുറം -x ആയി. അപ്പൊ കോൺ ഡി സി എ സമം 90 - x. അപ്പൊ ഈ കോണും എത്ര കിട്ടി? 90 - x ആയി മാറി. ഇപ്പൊ എന്ത് കിട്ടി നമ്മൾക്ക് അല്ലെ? ഈ രണ്ട് ത്രികോണത്തിന്റെയും കോണളവ് കണ്ടെത്തി. അപ്പൊ ഏതൊക്കെ നമുക്ക് കണ്ടെത്തി? ഈ ചിത്രത്തിൽ നിന്ന് മാറ്റി വരച്ചു. ഇപ്പൊ എന്തൊക്കെ കിട്ടി നമുക്ക്? ഈ കോണും ഈ കോണും തുല്യായി മാറി. ഈ കോണും ഈ കോണും തുല്യാണ്. ഇത് 90 ഡിഗ്രി ആയി മാറി. ഇവിടെ ആരൊക്കെ തമ്മിൽ തുല്യായത്? കോൺ അല്ലെ ബി എ ഡിയും അതേപോലെ കോൺ ഡി സി എയും തമ്മിൽ തുല്യാണ്. 90 - x. അതേപോലെ കോൺ എ ബി ഡിയും അതേപോലെ കോൺ ഡി എ സിയും തമ്മിൽ തുല്യാണ്. അത് x ആണ്. പിന്നെ ഇനി ഇത് രണ്ട് 90 അല്ലേ. അപ്പൊ കോൺ എ ഡി ബിയും കോൺ എ ഡി സിയും തമ്മിൽ തുല്യാണ്. അത് എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറി? ഏതൊക്കെ? എ ഡി ബിയും എ ഡി സിയും തമ്മിൽ എന്തായി? സദൃശ്യമായി മാറി. അപ്പൊ ത്രികോണം എ ബി ഡി ത്രികോണം എ ഡി സി എന്നിവ എന്തായി മാറി? സദൃശ്യമാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മള് കോണുകളെല്ലാം തുല്യമാണെന്ന് കണ്ട. അപ്പൊ കോണുകളെല്ലാം തുല്യമായി കഴിഞ്ഞാൽ ആ രണ്ട് ത്രികോണങ്ങൾ എന്തായിരിക്കും? സദൃശ്യമാണ്. ഇതിൽ സബ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ലംബകത്തിന്റെ ഉയരം h എന്നെടുത്താൽ h/2 സമം 3/h തെളിയിക്കുക. അപ്പൊ എ ഡിയുടെ ഉയരം എത്ര എടുക്കാൻ പറഞ്ഞു? നമ്മള് h എടുക്കാൻ പറഞ്ഞു അല്ലെ. ഇവിടെ ഉണ്ടാവുന്ന x ആണ്, ഇവിടെ 90 - x ആണ്, ഇവിടെയും 90 - x ആണ്, ഇവിടെയും x ആണ്. നമുക്കറിയാം ഉയരം എന്ന് പറഞ്ഞാൽ എത്ര എടുക്കാൻ പറഞ്ഞു? h എടുക്കാൻ പറഞ്ഞു. നമുക്കറിയാം ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണ് നമുക്കറിയാം അല്ലെ. ത്രികോണം
എ ബി ഡിയും ത്രികോണം എ ഡി സിയും എന്താണ് സദൃശ്യമാണെന്ന് അറിയാൻ പറ്റി. സദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യമാണെന്ന് അറിയാൻ പറ്റി. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് വശങ്ങൾ ആദ്യം 90, ഈ 90-ന് എതിരെ വരുന്ന വശം ആരാ? എ ഡി. അപ്പൊ എ ഡി അംശബന്ധം അല്ലെ, ഈ ത്രികോണത്തിന്റെ എതിരെ വരുന്ന 90 മനസ്സിലാക്കാൻ ബി ഡി ആണ്. ബി ഡി സമം, ഇനി ഇതിന്റെ എതിരെ വരുന്ന വശം ഡി സി ആണ്. ഡി സി അംശബന്ധം എക്സിനെതിരെ വരുന്നത് എ ഡി ആണ്. നമുക്ക് പിന്നെ ഇത് എ ബി ഇസ് ടു എ സി എഴുതേണ്ട ആവശ്യമില്ല. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടില്ല അല്ലെ, ഈ വശങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. നമുക്ക് എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്, പിന്നെ 2 പറഞ്ഞ ബി ഡി ആണ്. അതുകൊണ്ടാണ് ഈ വശവും ഒഴിവാക്കിയത്. എ ഡി എന്ന് പറഞ്ഞാൽ എച്ച് അംശബന്ധം, ബി ഡി എന്ന് പറഞ്ഞാൽ 2 സമം ഡി സി എന്ന് പറഞ്ഞാൽ 3, എ ഡി എന്ന് പറഞ്ഞാൽ എച്ച്. അപ്പൊ എച്ച് ബൈ 2 സമം 3 ബൈ എച്ച് എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ പറഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇത് അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? വലിയ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ കണക്കാക്കുക. ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ എ ബിയും എ സിയും കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളെ ലംബവശം അല്ലെ. ബി സി നമുക്ക് ഓൾറെഡി അറിയാം, എത്രയാണ്? 3 കൂട്ടണം 2 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ എ ബിയുടെയും എ സിയുടെയും എന്താണ് നമ്മൾ കണ്ടെത്താം. അപ്പൊ നമുക്കറിയാം, തൊട്ട് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എച്ച് ബൈ 2 സമം 3 ബൈ എച്ച്. ഇതിനെ ക്രോസ് ആയി ഗുണിക്കാം, എച്ച് ഇൻറ്റു എച്ച്, എച്ച് സ്ക്വയർ. 3 ഇൻറ്റു 2 എത്ര കിട്ടി? 6. അപ്പൊ എച്ച് എന്ന് പറഞ്ഞ √6 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എ ബിയുടെയും എ സി. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണം വരുന്നുണ്ട്, ഇവിടെ ഒരു മട്ടത്രികോണം വരുന്നുണ്ട്. അപ്പൊ ഈ എച്ചിന്റെ വില നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ ഇനി ഈ നീളം കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. ഏത് ഉപയോഗിച്ചാൽ മതി? പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഈ നീളം അറിയാം, ഈ നീളം അറിയാം. അപ്പൊ എ സി കണ്ടെത്താൻ വീണ്ടും പൈതഗോറസ് തിയറം എന്ത് ചെയ്താൽ മതി? ഉപയോഗിച്ചാൽ മതി. അപ്പൊ ആദ്യം ഞാൻ ഇതോ അല്ല, ഇവിടുത്തെ ഒരു മട്ടത്രികോണം കിട്ടും മാറ്റി വരച്ചു. എ ബി ഡി എന്നൊരു മട്ടത്രികോണം എന്ത് ചെയ്തു? നീട്ടി വരച്ചു. അപ്പൊ ത്രികോണം എ ബി ഡി ആണ്. അപ്പൊ പൈതഗോറസ് തിയറം എന്താണ്? എ ബി സ്ക്വയർ സമം അല്ലെ, കർണം എന്ന് പറഞ്ഞാൽ എ ബി ആണ്, പാദം എന്ന് പറഞ്ഞാൽ ബി ഡി സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറഞ്ഞാൽ എ ഡി സ്ക്വയർ. ബി ഡി എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ അല്ലെ, എ ഡി എന്ന് പറഞ്ഞാൽ √6 വർഗം, 2 വർഗം 4, √6 വർഗം 4. അപ്പൊ എത്ര കിട്ടി? 10 ആയി. അപ്പൊ എ ബി സമം എത്ര കിട്ടി? √10 സെന്റിമീറ്റർ ആണ് വന്നത്. അപ്പൊ എ ബിയുടെ നീളം എത്ര കിട്ടി നമുക്ക്? √10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ആര് കണ്ടെത്തി? എ ബിയുടെ നീളം കണ്ടെത്തി. ഇനി അടുത്ത നമ്മൾ കാണാൻ പറയുന്നത് ഏതാണ്? എ സിയുടെ നീളമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ ത്രികോണം കിട്ടുന്ന മാറ്റി വരച്ചു. ഏത് ത്രികോണാണ്? ത്രികോണം ഏതാണ്? എ ഡി സി എന്ന ത്രികോണം. അപ്പൊ ഇതിൽ കർണം പറഞ്ഞത് എ സി ആണ്. അപ്പൊ കർണ സ്ക്വയർ എ സി സ്ക്വയർ, പാദം എന്ന് പറഞ്ഞാൽ ഡി സി സ്ക്വയർ, ലംബം എന്ന് പറഞ്ഞാൽ എ ഡി സ്ക്വയർ. ഡി സി സ്ക്വയർ 3 സ്ക്വയർ, എ ഡി എന്ന് √6 വർഗം, 3 വർഗം 9, 6 വർഗം 6. അപ്പൊ 9 കൂട്ടണം 6 എന്ന് പറഞ്ഞാൽ 15. അപ്പൊ എ സി എന്ന് പറഞ്ഞാൽ √15 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പൊ എത്ര കിട്ടിയപ്പോ? എ സിയുടെ നീളം √15. അപ്പൊ ലംബവശങ്ങൾ കിട്ടിയല്ലോ. ആരൊക്കെയാണ്? വലിയ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ √15 സെന്റിമീറ്ററും √10 സെന്റിമീറ്ററുമാണ് വന്നത്. ഇതിൽ അടുത്ത സബ് ക്വസ്റ്റ്യൻ, എത്രാം സബ് ക്വസ്റ്റ്യൻ? 4-മത്തത്. ഒരു മട്ടത്രികോണത്തിന്റെ വട്ടമൂലയിൽ നിന്ന് കർണത്തിലേക്ക് വരക്കുന്ന ലംബം ഇതിന്റെ നീളം എച്ച് എന്നും അത് കർണത്തെ മുറിക്കുന്ന ഭാഗത്തിന്റെ നീളം എ, ബി എന്നെടുത്താൽ എച്ച് സ്ക്വയർ സമം എ ബി എന്ന് തെളിയിക്കാനാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് ഉള്ളത് എത്രയായിരുന്നു? ഇവിടെ 2 ആയിരുന്നു, അതേപോലെ ഇവിടെ 3 ആയിരുന്നു. ഈ ത്രികോണം എ ബി ഡിയും ത്രികോണം എ ഡി സിയും തമ്മിൽ എന്തായിരുന്നു? സദൃശ്യമായിരുന്നു. അപ്പൊ നമ്മളൊരു സമവാക്യം അല്ലെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടെത്തുന്നത് എച്ച് ബൈ 2 സമം 3 ബൈ എച്ച് ആണ് നമുക്കറിയാം. ഈ 2ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി? എ ആക്കി എഴുതി. 3ന്റെ സ്ഥാനത്ത് ബി ആക്കി എഴുതി. ഇതിനെ ക്രോസ് ആയി ഗുണിക്കുക. അപ്പൊ എച്ച് ഇൻറ്റു എച്ച്, എച്ച് സ്ക്വയർ സമം എ ഇൻറ്റു ബി, എ ബി ആണ്. അതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എച്ച് സ്ക്വയർ സമം എ ബി ആയി നമ്മൾ തെളിയിച്ചു.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? വിലങ്ങിയുള്ള വര രണ്ടറ്റത്തും ഒരേ വലിപ്പമുള്ള കോണുകളും മുകളിലെ താഴത്തേക്ക് വരച്ച് ചെരിഞ്ഞ വര രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കും. ഇതാണ് വിലങ്ങിയുള്ള വര. പിന്നെ ഈ കോണും തുല്യാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ചെരിച്ച് വരച്ചിരിക്കുന്ന ഇതാണ്. പിന്നെ ഈ അറ്റത്ത് നിങ്ങട്ട് നീട്ടി ഒരു വര വരച്ചിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിലങ്ങിയുള്ള വരയുടെ ഭാഗങ്ങളും ചെരിഞ്ഞ വരയുടെ ഭാഗങ്ങളും ഒരേ അംശബന്ധത്തിലാണ്, അഥവാ ഈ നീളവും ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കാനാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ, വിലങ്ങിയുള്ള വരയുടെ അറ്റത്തുള്ള ചെരിഞ്ഞ വരകൾ തമ്മിലുള്ള അംശബന്ധം ഇത് തന്നെയാണ് തെളിയിക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന അംശബന്ധവും ഇവിടെ ഉണ്ടാവുന്ന അംശബന്ധവും ഒക്കെ തുല്യമാണ് തെളിയിക്കാനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ത്രികോണം കിട്ടി, ഇവിടെ ഒരു ത്രികോണം കിട്ടിയിട്ടുണ്ട് അല്ലെ? എങ്ങനെ നോട്ടി വെച്ചപ്പോ ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കാര്യം. കാരണം എന്താ? സദൃശ്യമാണെങ്കിൽ ഇതിനെതിരെ വരുന്ന കോണുകളും അല്ലെ തുല്യമാണെന്ന് കണ്ടെത്തി സദൃശ്യമാണെന്ന് പറയാം. അപ്പൊ വശങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? അംശബന്ധത്തിലാണെന്ന് പറഞ്ഞാൽ ഇതും രണ്ടും കഴിയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതുപോലെ 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര ഇതേപോലെ ഇത് എന്താക്കിയാൽ മതി? 6 സെന്റിമീറ്റർ വര ആക്കുക. പിന്നെ ഇത് 3 ആക്കുക, ഇത് 4 ആക്കുക. ഇനി ഭാഗിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ 3:4 എന്ന അംശബന്ധത്തിൽ കിട്ടും. അത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക? നമ്മുടെ അല്ലെ വിലങ്ങയിലുള്ള വരയുടെ ചെരിഞ്ഞ ഭാഗം കൂടി ഒരേ അംശബന്ധത്തിലാണ് തെളിയിക്കുക. അപ്പൊ ഞാൻ ഇതിന് പേര് കൊടുത്തു ABODC. ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട്. AOB എന്ന ത്രികോണവും COD എന്ന ത്രികോണവും എന്ത് ചെയ്തു? എടുത്തു. ഇനി രണ്ട് ത്രികോണങ്ങളും എന്ത് നോക്കാൻ പോവാണ്? സദൃശ്യമാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഇവിടെ നോക്കേണ്ട എന്താണ്? ABO നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ DCO തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് നമുക്ക് എന്താണ്? തന്നതാണ്. അപ്പൊ ABOവും DCOവും തമ്മിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കണേ? DCOവും തമ്മിൽ തന്ന ക്വസ്റ്റ്യൻ. പിന്നെ AOBയും COBയും ഇവിടെ ഉണ്ടാകുന്ന കോണും എന്താണ്? തുല്യാണ്. എതിർകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. പിന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഈ കോണും തുല്യാവുമല്ലോ. ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ മറ്റു ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ മൂന്നാമത്തെ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ കോണും തുല്യം, അഥവാ BAOവും CDOവും തമ്മിൽ എന്തായി? തുല്യായി. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി മാറി? സദൃശ്യമായി വന്നു. അപ്പൊ സദൃശ്യമായത് കൊണ്ട് നമുക്ക് ഇതിനെ അംശബന്ധത്തിലേക്ക് എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് എന്തായിരുന്നു? ഈ കോണിനെതിരെ വരുന്ന വശം OAയും. അപ്പൊ OA അംശബന്ധം, ഇതാണ് തുല്യായത്. ഇതിനെതിരെ വരുന്ന വശം ആരാ? ODയുമായിട്ടാണ് അംശബന്ധം സമം. പിന്നെ അടുത്ത് ഇതിന്റെ എതിരെ വരുന്ന വശം AB അംശബന്ധം, ഇതിനെതിരെ വരുന്ന വശം DC സമം. പിന്നെ ആരുള്ളൂ? AB A എന്ന കോണിനെതിരെ വരുന്ന വശം OB ആണ്, അംശബന്ധം. പിന്നെ ഇതിനെതിരെ വരുന്ന വശം എന്ന് പറഞ്ഞാൽ OCയുമായിട്ട് എന്താണ്? തുല്യാണ്. അപ്പൊ ഇതിനെന്തെങ്ങനെ മാറ്റി എഴുതാം? OA ഹരിക്കണം OD സമം AB by DC സമം OB by OC ആണ്. നമുക്കിത് മൊത്തം ആവശ്യമല്ല. നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ അംശബന്ധവും OB അല്ലെങ്കിൽ ഇതും തമ്മിൽ ഒരേ അംശബന്ധത്തിലാണെന്ന് പറയാനാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന് ആരൊക്കെ വേണ്ടുള്ളൂ? OAയും OBയും മാത്രം, അല്ലെങ്കിൽ OCയും ODയും മാത്രം മതി. അപ്പൊ ആ അംശബന്ധം മാത്രം എടുത്ത് എഴുതിയാൽ മതി. എന്ന് പറഞ്ഞാൽ OA അംശബന്ധം OD സമം OB അംശബന്ധം OC എന്ന് പറഞ്ഞാൽ OA by OD സമം OB by OC അപ്പൊ വിലങ്ങിലുള്ള വരകളുടെ ഭാഗങ്ങൾ ചെരിഞ്ഞ വരയുടെ ഭാഗങ്ങളും ഒരേ അംശബന്ധം, അഥവാ ഈ വരയുള്ള അംശബന്ധവും ഇവിടെ ഈ ചെരിഞ്ഞ വരുന്ന അംശബന്ധവും തുല്യമാണെന്നാണ് കണ്ടെത്തിയത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ വിലങ്ങിയുള്ള വര അറ്റങ്ങൾ ചെരിഞ്ഞ വരകൾ തമ്മിലുള്ള അംശബന്ധം ഇത് തന്നെയാണ്. അപ്പൊ ഈ അംശബന്ധം ഇത് തമ്മിൽ എഴുതണം. നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് മൊത്തം ഇരുന്ന് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട് അത് നേരെ എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? നമുക്ക് ഒന്നിൽ നിന്ന് ത്രികോണം AOBയും ത്രികോണം CODയും എന്താണ്? സദൃശ്യമാണെന്ന് നമ്മൾ
പറഞ്ഞിട്ടുണ്ട് അല്ലെ. സദൃശ്യമാണെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്താം ഇവിടെ അല്ലെ ആ നേരത്തെ ചെയ്തത് OA അംശബന്ധം OD സമം OB അംശബന്ധം OC സമം AB അംശബന്ധം OC ആണ്. അപ്പൊ എങ്ങനെ എഴുതാം OA ഹരിക്കണം OD സമം OB ഹരിക്കണം OC AB ഹരിക്കണം അല്ലെ ഇവിടെ OD ഇത് ഇവിടെ നിന്നാണ് AB അംശബന്ധം CD ആണ് CD ഇതെന്തായി CD അല്ലെ AB അംശബന്ധം CD ആണ്. അപ്പൊ എഴുതിയെടുത്ത് മാറിയതാണ് AB അംശബന്ധം CD. അപ്പൊ നമുക്ക് എന്ത് കിട്ടി അംശബന്ധവും കിട്ടി. അപ്പൊ വിലങ്ങൾ ഈ അംശബന്ധം ഈ അംശബന്ധവും എഴുതി. അപ്പൊ എല്ലാതും എന്താണ് തുല്യമാണെന്ന് കണ്ടെത്തി. ഇനി മൂന്നാമത്തെ 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക എന്നാണ്. അപ്പൊ ഞാൻ ഇത് റഫ് ഫിഗർ വരച്ചു അല്ലെ 6 സെന്റിമീറ്റർ. പിന്നെ ഇവിടെ കോണളവ് 70 ഇവിടെ ഒരേ കോണളവ് ആയ മതി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ 70 കൊടുത്തു ഇവിടെ 70. അപ്പൊ വരക്കുമ്പോ ഈ 70 മായ്ച്ച് കളഞ്ഞാൽ മതി അല്ലെ. ഒരേ കോണളവ് 50 എടുക്കാം 60 എടുക്കാം 40 എടുക്കാം ഒക്കെ എടുക്കാം നിങ്ങൾ ഇഷ്ടം എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ 70 എടുത്തു എന്നുള്ളൂ. ഇവിടെ OB അംശബന്ധം OD എന്ന് പറഞ്ഞു. ഇവിടെ OB അംശബന്ധം OC എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 3:4. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന അംശബന്ധം 3:4. ക്ലിയർ ആയല്ലോ. ഇത് എങ്ങനെ കറക്റ്റ് വരക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്തു ഞാന് ഒരു വര വരച്ചു. എത്രയാണ് 6 സെന്റിമീറ്റർ ഒരു വര വരച്ചു. അതിന് ബിയും സി എന്നും പേര് കൊടുത്തു. എന്നിട്ട് ബിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു 70 ഡിഗ്രി അടയാളപ്പെടുത്തി. നമുക്കറിയാം അവിടെ കോണളവ് തുല്യ നമുക്കറിയാം. എന്നിട്ട് അവിടുന്ന് ഒരു 3 സെന്റിമീറ്റർ ഒരു വര വരച്ചു. അതിനെന്ത് കൊടുത്തു എ എന്നും പേര് കൊടുത്തു 3 സെന്റിമീറ്റർ. ഇനി അതേപോലെ സിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു വീണ്ടും 70 ഡിഗ്രി അടയാളപ്പെടുത്തി. അവിടെ കോണളവ് അടയാളപ്പെടുത്തുന്നില്ല കാരണം നമുക്ക് തുല്യമായി മതി. എത്ര കോൺ എടുക്കാം ഞാൻ അവിടെ 70 എടുത്തു എന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 60 എടുക്കാം 50 എടുക്കാം ഏത് അളവ് എടുക്കാം. ഏത് ഈ കോണളവും ഈ കോണവും തുല്യമായി മാത്രം മതി. ഞാൻ ഇവിടെ എന്തെടുത്തു ഒരു ഡി എന്ന പോയിന്റ് അടയാളപ്പെടുത്തി. എന്നിട്ട് ഒരു 4 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്തു എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര വരച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞ അളവില് വരച്ചു അല്ലെ 6 സെന്റിമീറ്റർ ഒരു വരയെ 3:4 എന്ന അംശബന്ധത്തിൽ എന്ത് ചെയ്തു നമ്മൾ ഭാഗിച്ചു. കിട്ടിയല്ലോ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ ഒരു മട്ടത്രികോണത്തിന്റെ മട്ടമൂലയും 3 വശങ്ങളും ഒരേ ബിന്ദുക്കളായ മൂലകളായി ഒരു സമചതുരം വരച്ചിരിക്കുന്നു. ഒരു മട്ടത്രികോണം വരച്ചു. അതിന് എന്ത് ചെയ്തു അല്ലെ മട്ടമൂലയും ഒരു സമചതുരം വരച്ചിട്ടുണ്ട്. സമചതുരത്തിന്റെ വശത്തിന്റെ നീളം കണക്കാക്കുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ സമചതുരത്തിന്റെ നീളങ്ങൾ കണ്ടുപിടിക്കുകയാണ് വശങ്ങളുടെ നീളം. രണ്ടാമത്തെ വശങ്ങളുടെ നീളം 3, 4, 5 സെന്റിമീറ്റർ. വട്ടത്രികോണത്തിന് ഇങ്ങനെ വരക്കുന്ന സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ. അപ്പൊ ഇത് മൊത്തം നീളം 3 ഇത് 4 ഇത് 5 എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം കണക്കാക്കുക. ഈ കളർ ഒന്ന് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു ഇതിന് പേര് കൊടുത്തു ABC. പിന്നെ എന്തെടുത്തു PQR എന്നും പേര് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാണ് അല്ലെ ഇവിടെ 2 ത്രികോണങ്ങൾ വന്നു. ഏതൊക്കെയാണ് ത്രികോണം APQ എന്ന ത്രികോണവും QRC എന്ന ത്രികോണവും കിട്ടിയിട്ടു. അതെന്ന് കിട്ടും. ഈ 2 ത്രികോണങ്ങൾ സദൃശ്യമാണ് തെളിയിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന കോണും അല്ലെ ഇവിടെ ഉണ്ടാവുന്ന കോണും എന്താണ് 90 ഡിഗ്രിയാണ്. കാരണം എന്താ അല്ലെ അവിടെ നേരെ മട്ടത്രികോണം ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും 90 ആയിരിക്കും അല്ലെ. അപ്പൊ കോൺ APQവും കോൺ QRCയും തമ്മിൽ എന്തായി തുല്യായി. അപ്പൊ സദൃശ്യമാണ് തെളിയിക്കണമെങ്കിൽ ഈ എന്താണ് ആ 2 ത്രികോണത്തിന്റെയും കോണുകൾ എന്തായിരിക്കണം തുല്യായിരിക്കണം. പിന്നെ ഈ കോണും എന്തായിരിക്കും തുല്യമായിരിക്കും വരിക അല്ലെ. കാരണം എന്താ നേരെതിരെ വരുന്നതാണ്. അപ്പൊ അല്ലെ നമ്മൾ എന്ത് പറയാം കോൺ PAQവും കോൺ RQCയും തമ്മിൽ തുല്യാണ്. അതേപോലെ ഈ കോണും തമ്മിൽ എന്തായി തുല്യായി മാറി. അപ്പൊ കോൺ PQAയും കോൺ
ആർ സി ക്യൂവും തമ്മിൽ തുല്യമായി. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറി? സദൃശ്യമാണെന്ന് പറയാൻ പറ്റി. ഏതൊക്കെ ത്രികോണങ്ങളിൽ? അല്ലെ, പി എ ക്യു എന്ന ത്രികോണവും ആർ സി ക്യു എന്ന ത്രികോണവും എന്തായി? സദൃശ്യമായി. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ബി ആർ എന്ന നീളത്തെ ഞാൻ എക്സ് എന്നെടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് എക്സ് ആയി, ഇത് എക്സ് ആയി, ഇത് എക്സ് ആയി. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഈ സമചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമചതുരത്തിന്റെ വശം കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ബി ആർ സമം ഞാൻ എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. അപ്പൊ പി ക്യൂവും അല്ലെ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആരായി? പി ബിയും ക്യു ആറും പിന്നെ ആരാണ് അല്ലെ, ബി ക്യു അതേപോലെ അല്ലെ വി ആർ ക്യു ആർ പിന്നെ ബി പി ഒക്കെ എന്തായി മാറും? എക്സ് ആയി മാറും. പിന്നെ നമ്മൾ തന്നിട്ടുണ്ട് എ പി സമം 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമായതുകൊണ്ട് നമുക്ക് ഇതിനെ അല്ലെ വശങ്ങൾ അംശബന്ധത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ ഈ കോണിന്റെ എതിരെ വരുന്ന വശം ആരാണ്? പി ക്യു ആണ്. ഈ കോണിന് തുല്യമായിട്ട് വരുന്ന കോൺ ഇതാണ്. ഇതിനെതിരെ വരുന്ന വശം ആർ സി ആണ്. അപ്പൊ അത് അങ്ങനെ അംശബന്ധം എഴുതാം. പി ക്യു അംശബന്ധം ആർ സി സമം ഈ കോണിന് എതിരെ വരുന്ന വശം എ പി ആണ്. ഈ കോണിന് തുല്യമായി വരുന്ന കോൺ ഏതാണ്? ഇതാണ്. ഇതിനെതിരെ വരുന്ന വശം ആരാ? ക്യു ആർ. അപ്പൊ എ പി അംശബന്ധം ക്യു ആർ എന്നും പറയും. ഇനി പി ക്യു എത്രയാണ്? എക്സ് ആണ്. ആർ സി എന്ന് പറഞ്ഞാൽ 1 ആണ്. എ പി എന്ന് പറഞ്ഞാൽ 2 ആണ്. ക്യു ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതി? എക്സ് ഹരിക്കണം 1 സമം 2/x അല്ലെ. നമുക്ക് പി ക്യൂവിന്റെ വാല്യൂ കൊടുത്തു എക്സ് ആണെന്നും ആർ സിക്ക് 1 ആണെന്നും എ പി 2 ആണെന്നും ക്യു ആറിന് എക്സ് ആണ്. അപ്പൊ എന്ത് കിട്ടി? x/1 സമം 2/x. ഇത് അങ്ങോട്ട് ഗുണിച്ചു. x into x സ്ക്വയർ 2 into 1 സമം 2. അപ്പൊ എക്സ് സ്ക്വയർ സമം 2. അപ്പൊ എക്സ് സമം എത്ര കിട്ടി? √2 സെന്റിമീറ്റർ ആണ് പറഞ്ഞത്. അപ്പൊ സമചതുരത്തിന്റെ വശം എത്ര കിട്ടിയപ്പോ? √2 സെന്റിമീറ്റർ. അപ്പൊ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 സെന്റിമീറ്റർ ആണ്. ഇനി ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? വശങ്ങളുടെ നീളം 3-4 സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിൽ ഇങ്ങനെ വരക്കുന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ? അപ്പൊ ഈ സമചതുരത്തിന്റെ വശങ്ങൾ അപ്പൊ എ ബി തന്നിട്ടുണ്ട്. എത്രയാണ്? 3 ആക്കി എടുത്തു. അപ്പൊ എ ബിക്ക് ഞാൻ എന്ത് കൊടുത്തു? 3 എടുത്തു. ബി സി എന്ന് പറഞ്ഞാൽ ഞാൻ 4 കൊടുത്തു. എ സി ആണ് ഞാൻ 5 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പി ക്യു ബി ആർ ക്യു ആർ എന്നിവയുടെ നീളങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്കറിയാം ഈ ത്രികോണം എ പി ക്യൂവും ക്യു സി ആറും എന്താണ്? സദൃശ്യമാണ്. നമ്മൾ കണ്ടെത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന്. നമ്മൾ എടുത്ത അളവുകൾക്ക് എടുത്ത് ആരാണ്? എ ബി സമം 3 അതേപോലെ ബി സി സമം 4 അല്ലെ, അത്രയും സെന്റിമീറ്റർ. പിന്നെ ആരാ അല്ലെ? എ സി സമം 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബി ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. എത്രയാണ്? എക്സ് ആണ്. അപ്പൊ എ ബി എന്ന എടുത്തു ഞാൻ. എ ബി എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ കൂട്ടിയതാണ്? എ പിയും പി ബിയും തമ്മിൽ കൂട്ടിയതാണ്. എ ബി എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. എ പി എന്ന് പറഞ്ഞാൽ അറിയില്ല, അത് അതേപോലെ ഇട്ടു. ബി പി എന്ന് പറഞ്ഞാൽ എക്സ്. ഇതിന്ന് ആര് കണ്ടുപിടിക്കാൻ പറ്റും? എ പി സമം 3 കുറക്കണം എക്സ് ആക്കിയിട്ടു. ഇനി ഇതേപോലെ നമുക്ക് ബി സിയും എഴുതിക്കൂടെ? അപ്പൊ ബി സി സമം എങ്ങനെ എഴുതാം നമുക്ക് അല്ലെ? ബി സി എന്ന് പറഞ്ഞാൽ പി ആർ കൂട്ടണം ആർ സി ആണ്. അപ്പൊ ബി ആർ കൂട്ടണം ആർ സി. ബി സി എന്ന് പറഞ്ഞാൽ 4 ആണ്. ബി ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ആർ സി നമുക്ക് അറിയില്ല, ആർ സി അതേപോലെ ഇട്ടു. അപ്പൊ ആർ സി സമം 4 കുറക്കണം എക്സ് എന്ന രീതിയിലേക്ക് വന്നു. ഇനി നമുക്കറിയാം ഇതിന്റെ അംശബന്ധം നമുക്കറിയാം അല്ലെ. നമ്മൾ എഴുതി വെച്ചിരുന്നു കഴിഞ്ഞതില് അല്ലെ. അത് എടുത്ത് എഴുതി. എന്ത് അംശബന്ധം? പി ക്യു അംശബന്ധം ആർ സി സമം എ പി അംശബന്ധം
QR നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ, തൊട്ട് മുമ്പ് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലെ. PQ അംശബന്ധം RC സമം AP അംശബന്ധം QR എന്ന് എഴുതി. അത് ഞാൻ ഇവിടെ എഴുതിയെന്നുള്ളൂ. PQ അംശബന്ധം RC സമം AP അംശബന്ധം QR. ഇനി ഡയറക്റ്റ് വില കൊടുക്കാൻ ഞാൻ ഇവിടെ അംശബന്ധം മാറ്റി എഴുതിയതിനു ശേഷമാണ് അവർക്ക് വില കൊടുക്കുന്നത്. അപ്പൊ AP അംശബന്ധം QR. അപ്പൊ PQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം X ആണ്. RC എന്ന് പറഞ്ഞാൽ 4 കുറക്കണം X സമം AP എന്ന് പറഞ്ഞാൽ 3 കുറക്കണം X, QR എന്ന് പറഞ്ഞാൽ X. ഇത് ക്രോസ് ആയി ഗുണിച്ചു. അപ്പൊ എന്ത് കിട്ടും? X into X, X സ്ക്വയർ സമം 3 മൈനസ് X into 4 മൈനസ് X. ഇനി ഗുണിക്കുക. 4 into 3 അല്ലെ, അല്ലെങ്കിൽ 3 into 4, 3 into X, 3 into X. ഇവിടെ പ്ലസ് into മൈനസ് മൈനസ്, X into 4 മൈനസ് into പ്ലസ് മൈനസ്, X into X, X സ്ക്വയർ മൈനസ് into മൈനസ് പ്ലസ്. അപ്പൊ X സ്ക്വയർ സമം 3 into 4 കുറക്കണം 3 into X കുറക്കണം X into 4 കൂട്ടണം X സ്ക്വയർ. ഈ X സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താവും? 3 into 4 എന്ന് പറയുമ്പോ എത്ര കിട്ടും? 12 മൈനസ് 3x മൈനസ് 4x സമം അല്ലെ, ഇവിടെ x സ്ക്വയർ ഉണ്ട്, ആ x സ്ക്വയറിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു മൈനസ് എക്സ് സ്ക്വയർ. ഇനി 12 ഇത് കൂട്ടുക, എത്രയായി? മൈനസ് 7x, 3 കൂടി 4 കൂട്ടിയാൽ 7 സമം x സ്ക്വയർ കൂട്ടിയാൽ 0. ഈ മൈനസ് ax സമത്തിന് അപ്പുറം കൊണ്ടുപോവുക. അപ്പൊ എന്താവും? പ്ലസ് 7x. അപ്പൊ x സമം എന്തായി? 12/7. 12/7 ആണ് നമ്മൾ x എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സമചതുരത്തിന്റെ വശമായിട്ടാണ് വരുന്നത്. അപ്പൊ 12/7 സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ വശമായി വന്നത്. ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ വലിയ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പൊ വലിയ മട്ടത്രികോണം ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. വലിയ മട്ടത്രികോണം, ഇതിന്റെ പരപ്പളവ് കാണാൻ നമുക്ക് പരപ്പളവ് കാണാൻ സമവാക്യം അറിയാം അല്ലെ, 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരാണ്. അപ്പൊ ഇവിടെ ലംബമായി വരച്ചത് ഇവിടുന്നാണ്. അപ്പൊ ഇത് നമ്മൾ പാദമായി എടുത്താൽ മതി. അപ്പൊ പാദം എന്ന് പറഞ്ഞാൽ 9 കൂട്ടണം 4 എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പൊ 13 സെന്റിമീറ്റർ ആണ് പാദം. അപ്പൊ ഉയരം എന്ന് പറഞ്ഞാൽ ഈ ഉയരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ നോക്കുക, ഈ ത്രികോണത്തിന് ഞാൻ പേര് കൊടുക്കുക, ABC, പിന്നെ ഇവിടെ ലംബത്തിന് D എന്ന് പേര്. ഇവിടെ 2 ത്രികോണങ്ങളായി വന്നിട്ടുണ്ട്. ഏതൊക്കെ ത്രികോണങ്ങൾ? ABDയും BDC എന്നൊരു 2 ത്രികോണങ്ങളായി വന്നിട്ടുണ്ട്. ആ 2 ത്രികോണങ്ങൾ എന്താണ്? മട്ടത്രികോണമാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ 2 ത്രികോണങ്ങളും സദൃശ്യമാണ് തെളിയിക്കാൻ പോവുക. എന്നിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ ആര് കണ്ടുപിടിക്കാൻ പോകുന്നത്? BDയുടെ നീളം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ആ 2 ത്രികോണങ്ങൾ എന്തെടുത്തു അല്ലെ, ABD എന്ന ത്രികോണവും BCD. ഈ കോണ് ഞാൻ x എന്ന് കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഉണ്ടാകുന്ന കോണളവ് എന്തായിരിക്കും? 90 - x. കാരണം മൊത്തം 90 ആണ്. അപ്പൊ 90 - x ആയി മാറും അല്ലെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് 90 - x, ഇത് എത്രയാണ്? 90 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോണളവ് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഈ കോണളവും പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ കോണളവ് എന്ന് പറഞ്ഞാൽ എത്രയായി ഇല്ല, ഇത് 90 ഇല്ലേ, ഇത് 90 നിന്ന് x കുറച്ചു കഴിഞ്ഞാൽ ഈ കോണളവാണ് കിട്ടുക. അതേപോലെ ഇത് എത്ര ആയിരിക്കും? x ആയും കിട്ടും. ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ. ഇത് x എന്ന് പേര് കൊടുത്തു, അപ്പൊ ഓട്ടോമാറ്റിക് 90 - x ആയി. ഈ കോണളവ് എത്രയായി മാറും? 90 - x ആവും. ഇത് x ആയി മാറും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എടുത്തത്? ത്രികോണം ABDയും BCDയും നമ്മൾ എന്ത് ചെയ്തു? എടുത്തു. ഇനി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആരൊക്കെയാണ് അല്ലെ? കോൺ BDA സമം കോൺ BDC എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതേപോലെ കോൺ ABDയും അതേപോലെ കോൺ BCDയും എത്ര നമ്മൾ എടുത്തിട്ടുണ്ട്? x ആക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ കോണും തുല്യമാണ്. അപ്പൊ എങ്ങനെ എഴുതാം? കോൺ BAD സമം കോൺ DBC എന്ന് പറഞ്ഞാൽ 90 - x. അപ്പൊ ഈ 2 ത്രികോണങ്ങൾ എന്തായി മാറി? സദൃശ്യമായി വന്നു അല്ലെ. അപ്പൊ എന്നിവ സദൃശ്യമാണ്.
അപ്പൊ അത് സദൃശ്യമായത് കൊണ്ട് നമുക്ക് എന്താ പറയാ അത് വശങ്ങൾ തമ്മിൽ അംശബന്ധം എഴുതാൻ പറ്റും. നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ബി ഡിയുടെ നീളമാണ് കിട്ടേണ്ടത്, അതനുസരിച്ച് എഴുതിയാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എക്സ് ഇതെടുത്തു, ഇതിനെതിരെ വരുന്ന വശം എന്ന് പറഞ്ഞാൽ എ ഡി, എ ഡി അംശബന്ധം അല്ലെ, ഇത് എക്സ് ആണ്, ഇതിനെതിരെ വരുന്നത് ബി ഡി ആണ്, ബി ഡി സമം അടുത്ത് 90 മൈനസ് എക്സ് എടുത്തു, അപ്പൊ ഇതിനെതിരെ വരുന്ന വശം എന്ന് പറയുമ്പോൾ ബി ഡി ആണ്, ബി ഡി അംശബന്ധം 90 മൈനസ് എക്സ് ആണ്, ഇതിനെതിരെ വരുന്ന വശം ഡി സി ആണ്. അപ്പോ ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവുമാക്കി നമ്മൾ അംശബന്ധം തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു, ആ രീതി തന്നെയാണ്. ഇതിനെ മാറ്റി എ ഡി ബൈ ബി ഡി സമം ബി ഡി ബൈ ഡി സി ആക്കി. എ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്, 9 ആണ്. ബി ഡി നമുക്ക് അറിയില്ല, പിന്നെ ആരാ അറിയാം, ഡി സി അറിയാം. അപ്പൊ എ ഡി ബൈ അല്ലെ ബി ഡി എന്ന് പറയുമ്പോ 9 ബൈ ബി ഡി സമം ബി ഡി ബൈ ഡി സി എന്ന് പറഞ്ഞാൽ 4. ഞങ്ങൾ ക്രോസ് ആയി നിൽക്കുമ്പോൾ എന്താവും, ബി ഡി സ്ക്വയർ സമം 9 × 4 എത്രയാണ്, 36. അപ്പൊ ബി ഡി സമം √36 എത്ര കിട്ടി, 6 സെന്റിമീറ്റർ. നമുക്ക് കിട്ടേണ്ടത് ആരാണ്, എ സി നമ്മളെ പാദം, എ സി എന്ന് പറഞ്ഞ എ ഡി പ്ലസ് ഡി സി ആണ്, അഥവാ 9 കൂട്ടണം 4 എന്ന് പറഞ്ഞാൽ 13 സെന്റിമീറ്റർ. അപ്പൊ പരപ്പളവ് എന്ന് എങ്ങനെ എഴുതാം, നമുക്ക് വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് സമം എ സി എത്രയാണ്, 13 അല്ലെ, ബി ഡി എത്ര, 6ന് 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി, 3 × 13 എത്ര കിട്ടി, 39 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ, 3 മീറ്ററും 2 മീറ്ററും ഉയരമുള്ള 2 കമ്പുകൾ കുത്തനെ നിലത്തിരിക്കുന്നു. അപ്പൊ ഇതാണ് 2 കമ്പുകൾ കുത്തനെ നാട്ടിയിരിക്കുന്നത്. ഓരോ കമ്പിനെയും മുകളറ്റത്ത് നിന്ന് മറ്റേ കമ്പ് ചോട്ടിലേക്ക് കയർ വലിച്ചു കെട്ടിയിരിക്കുന്നു അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ട് ചോട്ട് കെട്ടിയിരിക്കുന്നു, ഇവിടുന്ന് ചോട്ടിലേക്കും കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, കയറുകൾ തമ്മിൽ മുറിച്ചു കടക്കുന്ന നിലത്ത് എത്ര ഉയരത്തിലാണ് ഈ 2 കയറുകളും കൂട്ടിമുട്ടി ഇവിടെ ഉണ്ട്, ആ ഉയരം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത്, കമ്പുകൾ തമ്മിൽ അകലം എത്രയായാലും ഈ ഉയരം മാറില്ല എന്ന് തെളിയിക്കുക. അല്ലെ, എത്ര ഉയരം എത്ര മാറിയാലും അല്ലെ, ഏത് കമ്പിന്റെ നീളം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര നീളം, ഇങ്ങോട്ട് കുറെ നീളം വന്നാലും ഈ ഉയരം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എന്ന് തെളിയിക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇനി കമ്പുകളുടെ നീളം എയും ബിയും, അഥവാ 3 മാറിയിട്ട് എന്ത് കൊടുക്കുക, എ കൊടുക്കുക, ബിക്ക് എന്ത് കൊടുക്കുക, 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ബന്ധം കണ്ടെത്താനാണ്. അഥവാ എ ബി എച്ച്, ഈ ഉയരവും ഈ കമ്പിന്റെ നീളവും ഇത് തമ്മിലൊരു ബന്ധം കണ്ടെത്താനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീളം, ഈ കയറിന്റെ നീളം ഒന്നുകൂടി നീട്ടി പോവാ, കുറച്ചുകൂടി നീട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെ നീട്ടി വരച്ചാലും എന്ത് ചെയ്യും, ഇതിന്റെ ഉയരം തുല്യമാണെന്ന് പറയാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു, കയറുകൾ പരസ്പരം മുറിച്ചു കടക്കുന്ന നിലത്ത് എത്ര ഉയരത്തിലാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പേര് കൊടുത്തു, എ ബി സി കൊടുത്തു, ഇതിന് എമ്മും എന്നും കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ എം എന്ന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, എക്സ് എന്ന് കൊടുക്കുക. അതേപോലെ എന്ത് ചെയ്യാണ്, എൻ വൈക്ക് വൈയും കൊടുത്തു, എൻ സിക്ക് വൈയും കൊടുത്തു. അപ്പൊ ഇവിടെ ത്രികോണങ്ങൾ വന്നിട്ട് എന്താണ് അല്ലെ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ത്രികോണം വന്നിട്ട്, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു ത്രികോണം വന്നിട്ടുണ്ട്. അങ്ങനെ 2 ത്രികോണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തോ ഈ ത്രികോണം എന്ത് ചെയ്തു, എന്നിട്ട് മാറ്റി വരച്ചു. ഏതാണ് ത്രികോണം എ ബി സിയും, പിന്നെ ഒരു സെന്ററിൽ എം എന്നും ഉണ്ട്. അപ്പൊ ത്രികോണം എ ബി സി മാറ്റിയപ്പോ 2 ത്രികോണങ്ങൾ വന്നു. അതൊക്കെയാണ് ത്രികോണം എ ബി സി എന്ന ത്രികോണവും എം എൻ സി എന്ന ത്രികോണവും വന്നു. ഈ 2 ത്രികോണവും സദൃശ്യമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ നമുക്കൊരു സമവാക്യം രൂപീകരിക്കാൻ പറ്റും. കാരണം സദൃശ്യമാണ് തെളിയിച്ചാൽ അംശബന്ധം ഉപയോഗിച്ച് തെളിയിക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ ത്രികോണം എടുത്തു, എ ബി സി എന്ന ത്രികോണവും എം എൻ സി എന്ന ത്രികോണം എന്നെടുത്തു. ഈ 2 ത്രികോണം സദൃശ്യമാണ് തെളിയിക്കാൻ പോവാണ്. ഈ 2 ത്രികോണത്തിന് പൊതുവായിട്ട് കോണല്ലേ കോൺ സി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കോൺ സി എന്ന് പറഞ്ഞാൽ പൊതു കോണാണ്. പിന്നെ നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ എന്താണ് 90 ഡിഗ്രി ആണ്. അപ്പൊ എന്ത് പറയാം, കോൺ എ ബി സിയും കോൺ എം എൻ സിയും തമ്മിൽ 90 ആണ്. പിന്നെ എന്ത് കിട്ടി, ഈ കോണും തമ്മിൽ തുല്യാണ് അല്ലെ. അപ്പൊ കോൺ ബി എ സി സമം കോൺ എൻ എം സിയും തമ്മിൽ തുല്യാണ്.
അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി മാറി? സദൃശ്യമായി മാറി. അപ്പൊ സദൃശ്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്തും കൂടിയും പറയാൻ പറ്റും, ഇവ തമ്മിലുള്ള വശങ്ങൾ അംശബന്ധത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം സി എന്നതിനെതിരെ വരുന്ന വശം എന്ന് പറഞ്ഞാൽ mn ആണ്, ചെറിയ ത്രികോണത്തിന്റെ അംശബന്ധം. വലിയ ത്രികോണത്തിൽ ആരായി മാറും? AB ആയി മാറും. സമം. ഞാൻ ഈ കോൺ എടുക്കുകയാണ്, ഈ കോൺ. അപ്പൊ ചെറിയ വശത്തിന്റെ എതിരെ വരുന്ന വശം NC ആണ്, അംശബന്ധം. വലിയ വശത്തിന് ആരാ? BC ആയിട്ടാണ് വരുന്നത്. സമം. ഇനി 90 ഡിഗ്രി എടുത്തു, ഇതിനെ MC ആക്കി വന്നു, അംശബന്ധം. പിന്നെ ആര് വന്നു? ല്ലെ ബി ല്ലെ ഇതിന്റെ 90 പറയുമ്പോ ഇവിടെ ഇങ്ങോട്ട് നേരെ വരുമ്പോ AC ആയിട്ടാണ് വരുന്നത്. ഇവിടെ നോക്കുക, MC യും AC യും തമ്മിൽ ഒരു മെഷർമെന്റും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഒഴിവാക്കാം. അപ്പൊ ബാക്കി ഈ ഭാഗം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ MN ഹരിക്കണം AB സമം NC ഹരിക്കണം BC ആണ് അല്ലെ. അപ്പൊ ഈ ഭാഗം ഒഴിവാക്കാൻ കാരണം നമുക്ക് ഇവിടെ ഒരു അളവുകളൊന്നുമില്ല, സെന്റിമീറ്റർ ഒന്നും തന്നിട്ടില്ല. MN എന്ന് പറഞ്ഞാൽ എത്രയാണ്? H ആണ്. അപ്പൊ H ഹരിക്കണം പിന്നെ ആരുണ്ട്? AB എത്രയാണ്? 3 ആണ്. സമം NC എന്ന് പറഞ്ഞാൽ Y ഹരിക്കണം പിന്നെ ആരാ? BC X കൂട്ടണം Y, X കൂട്ടണം Y. ഇതിനെന്ത് കൊടുക്കുക? സമവാക്യം 1 എന്ന് കൊടുക്കുക. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ത്രികോണം എടുത്തൂടെ? അല്ലെ, നമ്മള് ABC ത്രികോണം എടുത്തു. ഇനി തിരിച്ചിങ്ങനെ DCB എന്ന ത്രികോണം ഞാൻ എന്ത് ചെയ്തു? എടുത്തു അല്ലെ, ത്രികോണം BC. അപ്പൊ വീണ്ടും ഇവിടെ രണ്ട് ത്രികോണങ്ങളായിട്ട് വന്നു. ആരൊക്കെ? MNB എന്ന ത്രികോണവും DCB എന്ന ത്രികോണവും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് ത്രികോണവും സദൃശ്യമാണ് തെളിയിക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്കറിയാം അല്ലെ, കോൺ B എന്ന് പറഞ്ഞാൽ പൊതു കോണാണ്. പിന്നെ ഞാനാണ് ഇവിടെ ഉണ്ടാകുന്ന കോണും ഇവിടെ ഉണ്ടാകുന്ന കോണും എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? കോൺ അല്ലെ BCD യും കോൺ MNB യും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലെ. ഈ കോണും എത്രയാണ്? 90 ഡിഗ്രിയാണ്. പിന്നെ ഈ കോൺ എത്രയാണ്? തുല്യാണ്. അപ്പൊ എങ്ങനെ എഴുതാം? കോൺ BDC സമം കോൺ NMB ആണ്, തുല്യാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണത്തിന്റെ കോണുകളെല്ലാം തുല്യമായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറി? സദൃശ്യമായി മാറി. ഈ നേരത്തെ എഴുതിയ പോലെ എന്ത് എഴുതാ? അല്ലെ, അംശബന്ധം എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെ, MN അംശബന്ധം അല്ലെ CD സമം BN അംശബന്ധം BC സമം BM അംശബന്ധം BD അല്ലെ. ഇവിടെ ചെറുത് അത് B എന്ന് എടുത്തു. ബിന്റെ എതിരെ വരുന്നത് ആരാണ്? ആദ്യം MN ആണ്, അതാണ് ആദ്യം MN എഴുതി. പിന്നെ വലിയ ത്രികോണത്തിന്റെ വരുമ്പോൾ DC ആണ് അല്ലെങ്കിൽ CD സമം. പിന്നെ അടുത്തത് ഈ കോൺ എടുത്തു. ഈ കോണ് ചെറിയ BN ആണ്, അപ്പൊ BN എടുത്ത് എഴുതി. ഇനി വലിയ ത്രികോണത്തിന്റെ ആരാ വരിക? BC ആണ്, ആ BC എടുത്തു. പിന്നെ അടുത്തതാണ് മട്ട ത്രികോണം അല്ലെ, 90 ഡിഗ്രി കേസ് എടുത്തു. ഇതിനെതിരെ വരുന്നത് BM അല്ലെങ്കിൽ BM എഴുതി. ഇനി വലിയ ത്രികോണത്തിന്റെ ആരായാലും അല്ലെ BD. നമുക്ക് ഈ ഭാഗം ആവശ്യമില്ല, കാരണം എന്താണ്? ഇതിനകത്ത് അളവുകളില്ല. അപ്പൊ ഈ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് മാത്രം എങ്ങനെ എഴുതാം? MN ഹരിക്കണം CD സമം BN ഹരിക്കണം BC ആണ്. ഇനി MN എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H ആണ്. അപ്പൊ H by CD എന്ന് പറഞ്ഞാൽ എത്രയാണ്? CD അല്ലെ. CD എന്ന് പറഞ്ഞാൽ 2 ആണ്. സമം BN എന്ന് പറഞ്ഞാൽ എത്രയാണ്? X ആണ്, ഹരിക്കണം BC എന്ന് പറഞ്ഞാൽ ആരൊക്കെ? X കൂട്ടണം Y, X കൂട്ടണം Y. ഇതിനെന്താക്കി? സമവാക്യം 2. അപ്പൊ സമവാക്യം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു നമുക്ക്? അല്ലെ, H by 2 സമം അല്ലെ Y by X plus Y. സമവാക്യം 1. ഈ സമവാക്യം 2 ആരാ? H by 2 സമം X ഹരിക്കണം X plus Y. സമവാക്യം 2. ഇനി സമവാക്യം 1ഉം സമവാക്യം 2ഉം കൂട്ടുകയാണ്. അപ്പൊ H by 3 കൂട്ടണം H by 2 സമം Y by X plus Y കൂട്ടണം X plus അല്ലെ X by X plus Y. ഇവിടെ ഛേദങ്ങൾ തമ്മിൽ തുല്യമായത് കൊണ്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടാം. അപ്പൊ എന്താവും? Y plus X ഹരിക്കണം X plus Y. നമുക്ക് ഈ Y plus X ഇങ്ങനെ എഴുതി കൂടെ? X plus Y ഹരിക്കണം X plus Y. അപ്പൊ രണ്ടും വെട്ടിപ്പോയി. അപ്പൊ എന്താ വന്നിട്ടുള്ള അവസാനം? H by 3 കൂട്ടണം
h/2 സമം 1 ആയി അല്ലെ. അപ്പൊ എന്ത് വന്നാലും ഇവിടെ എന്ത് വന്നാലും എന്താണ് വെട്ടിപ്പോയിട്ട് എന്ത് കിട്ടുന്നു 1 ആയി കിട്ടി. അപ്പൊ രണ്ടും വെട്ടിപ്പോയി. അപ്പൊ ഇത് ക്രോസ് ആയി ഗുണിക്കുക. 2h കൂട്ടണം 3h സമം അല്ലെ എന്തായി 3 × 2 6 സമം 1. ഈ 6 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 3h കൂടെ 2h കൂട്ടിയാൽ 5h സമം ഈ 6 അങ്ങോട്ട് കൊണ്ടുപോയപ്പോ 1 ഗുണിക്കണം 6. അപ്പൊ 5h സമം 6. h സമം എത്രയായി 6/5. അപ്പൊ ഉയരം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി 6/5 മീറ്റർ ആണ് വരുന്നത്. അപ്പൊ അത്രയും മീറ്റർ ആണ് ആര് വന്നു നമ്മൾ ഉയരമായി വന്നത്. ക്ലിയർ ആയല്ലോ. രണ്ട് സമവാക്യങ്ങൾ വന്നു. ആ രണ്ട് സമവാക്യത്തെയും കൂട്ടി ഇവിടെ അല്ലെ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഛേദങ്ങൾ തമ്മിൽ തുല്യമായതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു y പ്ലസ് എക്സും അല്ലെ എക്സ് പ്ലസ് വൈ തുല്യമായതുകൊണ്ട് ഇങ്ങനെ എഴുതി കിട്ടിപ്പോയി 1 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണ് കമ്പുകൾ തമ്മിൽ അകലം എത്ര അല്ലെ ആയാലും ഉയരങ്ങൾ മാറുന്നത് തെളിയിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീളം കമ്പ് ഒന്നുകൂടി ഇങ്ങോട്ട് നീട്ടി അപ്പോൾ എന്തില്ല ഉയരം മാറുന്നില്ല എന്നാണ് പറയാറുള്ളത്. അപ്പൊ നമ്മൾ വീണ്ടും ഈ അംശബന്ധം ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ വീണ്ടും ഇതേപോലെ വരുന്നത് അല്ലെ. അപ്പൊ മാറുമ്പോ ഇവിടെ എപ്പോഴും എന്താ വരുന്നത് 1 ആയിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം എന്താ ഇത് രണ്ടും വെട്ടിപ്പോയിട്ട് അവസാനം 1 ആണ്. ആ 1 വന്നത് കൊണ്ടാണ് എത്ര മാറ്റിയാലും ഉയരങ്ങൾ എപ്പോഴും എത്ര വരുന്നത് 6/5 ആയി വരുന്നത്. അപ്പൊ ഇവിടെ തമ്മിൽ അംശബന്ധം എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് ഉയരങ്ങൾ മാറാതെ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് കമ്പുകൾ തമ്മിൽ അകലം എത്ര ആയാലും ഈ ഉയരം തന്നെയായിരിക്കും. കാരണം ഉയരങ്ങൾ തമ്മിൽ അകലങ്ങൾ തമ്മിലുള്ള അംശബന്ധ തുക എപ്പോഴും 1 ആയിരിക്കും. അതാണ് നമ്മളിവിടെ കണ്ടെത്തിയത് അല്ലെ. തുക എത്രയാണ് 1 ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പുകളുടെ നീളം a, b എന്നും കയറുകൾ മുറിച്ചുള്ള സ്ഥാനത്തിന് ഉയരം h എന്ന് എടുത്ത് a, b, h ഇവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഈ x അല്ലെ അവിടെ നോട്ടെ ഈ 3 സ്ഥാനത്ത് ആര് കൊടുക്കുക a കൊടുക്കുക. 2 എന്ത് കൊടുക്കുക b കൊടുക്കുക. അപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു എന്താണ് h/3 കൂട്ടണം h/2 = 1 അല്ലെ. നേരത്തെ നമ്മൾ അവിടെ നിർത്തിച്ചിരുന്നു. അതിലേക്ക് എന്ത് കൊടുത്താൽ മതി അല്ലെ. ആ 3 കാണുന്നിടത്ത് എന്ത് കൊടുക്കുക a കൊടുക്കുക. അതേപോലെ എന്ത് കൊടുക്കുക b കാണുന്നിടത്ത് 2 കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ മാറ്റി അരച്ചെന്നുള്ളൂ a b. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതി അല്ലെ h അല്ലെ 3 സ്ഥാനത്ത് എന്ത് കൊടുത്തു a കൊടുത്തു കൂട്ടണം h/2 എന്ത് കൊടുത്തു b കൊടുത്തു സമം 1 അല്ലെ. ആ സമവാക്യത്തിലേക്കാണ് ഇട്ട് കൊടുത്തത്. a ന്റെ സ്ഥാനത്ത് 3 കൊടുത്തു 2 സ്ഥാനത്ത് b കൊടുത്തു. അപ്പൊ ആ മാറ്റി ഈ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ചെയ്യാം. എന്ത് ചെയ്യാ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ എന്താവും hb കൂട്ടണം ah ഹരിക്കണം ab സമം 1. ab അങ്ങോട്ട് കൊണ്ടുപോയി hab പ്ലസ് ah സമം ab. രണ്ട് സൈഡിലും ആരുണ്ട് h ഉണ്ട്. ആ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ h × a പ്ലസ് b സമം a × b. നമ്മൾ h ഉം a യും b യും തമ്മിൽ എന്താണ് ബന്ധമാണ്. അപ്പൊ h നെ അവിടെ നിർത്തി. അപ്പൊ a പ്ലസ് b നെ സമത്തിന് അപ്പുറം പോകുമ്പോ ഹരിക്കണം a പ്ലസ് b ആയി മാറും. അപ്പൊ തമ്മിലുള്ള ബന്ധം കിട്ടിയല്ലോ h സമം ab/a പ്ലസ് b എന്ന രീതിയിലേക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിലെ കോൺ A യുടെ സമഭാജിയാണ് AB. അതിൽ ഒന്നാമത്തെ ABP എന്ന ത്രികോണത്തിലും CPQ എന്ന ത്രികോണത്തിലും ഒരേ കോണുകളാണെന്ന് തെളിയിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ BP/PC കണക്കാക്കുക. മൂന്നാമത്തെ ഏത് ത്രികോണത്തിലും ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ മുറിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന വശത്തിന്റെ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക. അപ്പൊ ഈ വര കോൺ സമഭാജിയാണ്. കോൺ സമഭാജിയാണ്. ഇവിടെ ഉണ്ടാകുന്ന കോണും ഇവിടെ ഉണ്ടാകുന്ന കോണും തുല്യമാണ്. അതാണ് നമ്മുടെ കോൺ സമഭാജി. പിന്നെ BP/BC യുടെ അളവ് കണക്കാക്കാനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണ് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. വശങ്ങൾ തമ്മിൽ അംശബന്ധമായിരിക്കും. പിന്നെന്താണത് ഇവിടെ തമ്മിൽ അംശബന്ധം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന അംശബന്ധം ഇത് തമ്മിൽ അംശബന്ധം സെയിം ആണ് അല്ലെ, എതിർവശത്തെ മുറിക്കുന്ന. അപ്പൊ എന്നാൽ ബി പിയും ബി സിയും തമ്മിൽ അംശബന്ധവും എ ബിയും എ സിയും തമ്മിൽ അംശബന്ധം തുല്യമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി. എ ബി എന്ന ത്രികോണത്തിലും സി പി എന്ന ത്രികോണത്തിലും ഒരേ കോണുകളാണ് തെളിയിക്കാനാ പറഞ്ഞത്. അപ്പൊ ഒരേ കോണുകൾ എന്നാ തെളിയുക. അപ്പൊ നമുക്കറിയാം ഈ കോണും തുല്യം നമുക്കറിയാം. അപ്പൊ ത്രികോണം ഞാൻ എന്തെടുക്കാണ്, എ സി ക്യൂയില് നമുക്കറിയാം എ സിയും ക്യൂ സിയും എന്താണ്, തുല്യാണ്. അപ്പൊ അതിന് എതിരെ വരുന്ന കോണുകൾ എന്തായിരിക്കും, തുല്യം. അപ്പൊ എ സി എന്ന വശത്തിന് എതിരെ വരുന്ന കോണ് ഇതാണ്, എ സിയുടെ എതിരെ വരുന്ന കോൺ ഇതാണ്. അപ്പൊ ഈ രണ്ട് കോൺ എന്തായി മാറും, തുല്യമാകും. അപ്പൊ അത് ഞാൻ എഴുതാം, ത്രികോണം എ സി ക്യൂയിൽ ആരൊക്കെ തമ്മിൽ തുല്യാണ്, വശങ്ങള് എ സിയും ക്യൂ സിയും തമ്മിൽ തുല്യാണ്. അത് എത്ര സെന്റിമീറ്റർ ആണ്, 3 സെന്റിമീറ്റർ ആണ് അല്ലെ. എ സിയുടെ എതിരെ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പൊ കോൺ ക്യൂവും പിന്നെ ക്യൂ സിയുടെ എതിരെ വരുന്ന കോൺ ഇതാണ്, ഈ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സി എ ക്യൂ ആണ്. സി എ ക്യൂവും തമ്മിൽ എന്താവും, ഈക്വൽ ആകും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ്, കോൺ എയുടെ സമഭാജിയാണ് എ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കോണും തുല്യാണ്. അപ്പൊ ആരൊക്കെ തമ്മിൽ തുല്യാണ്, കോൺ ബി എ പിയും കോൺ സി എ ക്യൂവും തമ്മിൽ തുല്യാണ് അല്ലെ. ഈ കോണും തുല്യാണ്. കാരണം കോൺ സമഭാജിയാണ്, അവിടെ കോണ് കൃത്യമായി മുറിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് 1ാം ചാപ്റ്ററിൽ. അപ്പൊ നമുക്കറിയാം ഈ കോൺ ആരുമായിട്ട് തുല്യാണ്, ക്യൂവുമായിട്ട് തുല്യാണ്. അപ്പൊ ഈ കോണും എന്തായി മാറി, തുല്യായി മാറി. അപ്പൊ കോൺ ക്യൂവുമായി തുല്യായി. നമ്മൾ പോകുന്നത് എ ബി പി എന്ന ത്രികോണവും അതേപോലെ സി പി ക്യൂ എന്ന ത്രികോണവും തമ്മിൽ എന്താണ്, സദൃശ്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. അതിന് കോണുകൾ തുല്യമായി കിട്ടണം അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യനിലാണ് എ പി ബി എന്ന ത്രികോണവും സി പി ക്യൂ ഈ ത്രികോണം തുല്യമാണ് തെളിയിക്കാനാവുന്നത്. അതിനു വേണ്ടിയാണ് എ എന്തെടുത്തു, സി ക്യൂ എന്ന ത്രികോണം എടുത്തു. അതിൽ എ സിയും ക്യൂ സി എന്താണ്, ഒരേ വശങ്ങളാണ്. അപ്പൊ അതിനെതിരെ വരുന്ന കോണുകൾ തുല്യമാണെന്നൊക്കെ അറിയാം. അപ്പൊ എ സിക്ക് എതിരെ വരുന്ന കോണ് ഈ കോണും ക്യൂ സിക്ക് എതിരെ ഈ കോണും തമ്മിൽ തുല്യാണ്. ഈ കോണും തുല്യമായത് കൊണ്ട് ഈ കോണിന് ആരുമായിട്ട് തുല്യമായി മാറി, ക്യൂവുമായി തുല്യം. അപ്പൊ ഈ ത്രികോണത്തിന്റെയും ഈ ത്രികോണത്തിന്റെയും ഒരു കോണ് തുല്യമായി മാറി. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ ഉണ്ടാവുന്ന കോണും തുല്യാണ്. അതെന്താണ്, എതിർകോണുകളാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, എ പി ബിയും സി പി ക്യൂവും എന്താണ്, തുല്യാണ്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായി അല്ലെ, രണ്ട് കോണുകൾ തുല്യമായി. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ കോണും തുല്യാവുമല്ലോ. ഇപ്പം എന്ത് പറയാം, അതായത് ത്രികോണം എ പി ബി ത്രികോണം സി പി ക്യൂ ഇവ രണ്ട് കോണുകൾ തുല്യമായാൽ മൂന്നാമത്തെ കോണും എന്തായിരിക്കും, തുല്യമാകും. എന്ന് പറഞ്ഞാൽ ഈ കോണും എന്തായി മാറും, തുല്യായി മാറും. കിട്ടിയല്ലോ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ ഇപ്പൊ സത്യത്തിൽ എന്തായി മാറി, സദൃശ്യമായി മാറി. നമ്മൾ കാണാൻ പറഞ്ഞത് കോണുകളെല്ലാം തുല്യമാണ് തെളിയിക്കാൻ പറഞ്ഞു, നമ്മൾ തുല്യമായി തെളിയിച്ചു. അതിനോടൊപ്പം എന്നുകൂടി ചേർത്ത് വന്നു, ഇത് സദൃശ്യമാണെന്നും തെളിയിച്ചു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്, ബി പി ബൈ ബി സി കണക്കാക്കുക എന്നാണ്. ഈ രണ്ട് ത്രികോണം സദൃശ്യമാണെങ്കിൽ അവിടെ വശങ്ങൾ തമ്മിൽ അംശബന്ധമാക്കി എഴുതാം. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ഒന്നാമത്തേൽ പറഞ്ഞിരുന്നു, ഇത് ഇവിടെ എല്ലാ കോണുകളും തുല്യമായതിനാൽ ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണെന്ന് പറയാൻ പറ്റി അല്ലെ. എല്ലാ കോണുകളും തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് സദൃശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സദൃശ്യമായത് കൊണ്ട് നമുക്ക് അംശബന്ധം എഴുതാൻ പറ്റുമല്ലോ. ഞാൻ ആദ്യം കോൺ എ ഈ ഭാഗത്തിന്റെ എതിരെ വരുന്ന വശം എടുത്തു, ബി പി അംശബന്ധം. ഈ കോൺ ആരുമായിട്ട് തുല്യാണ്, ഇതിനെതിരെ വരുന്ന വശം ആരാ, പി സി ആണ്. പി സി സമം. പിന്നെ അടുത്തെടുക്കുന്നത് ഇതിന്റെ എതിരെ വരുന്ന വശം ഏതാ, എ ബി ആണ്. അംശബന്ധം. ഇതിന് തുല്യമായ കോൺ ഇതാണ്, ഇതിനെതിരെ വരുന്ന വശം ആരാ, ക്യൂ സി ആണ്. അപ്പൊ എങ്ങനെ എഴുതാ, ബി പി ബൈ പി സി സമം എ ബി ബൈ ക്യൂ സി ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ ഉണ്ട്. എ ബി നമുക്ക് അറിയാം എത്രയാണ്, 5 ആണ്. ക്യൂ സി എത്ര, 3. അപ്പൊ ആൻസർ കിട്ടിയില്ലേ. ബി പി ബൈ ബി സി എന്ന് പറഞ്ഞാൽ എ ബി ബൈ ക്യൂ സി ആണ്. എത്രയാണ്, 5/3 ആണ്. അതും കഴിഞ്ഞു. ഇനി അതിലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്,
ഏത് ത്രികോണത്തിലും ഒരു കോണിന്റെ സമഭാജി എതിർ മുറിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന വശത്തിന്റെ അംശബന്ധത്തിലാണ് തെളിയിക്കാനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ത്രികോണം എന്താണ്? സദൃശ്യമാണ്. നമ്മൾ ഒന്നാമത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് അംശബന്ധം നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചിരുന്നു. എന്തായിരുന്നു? ബി പി അംശബന്ധം പി സി സമം അല്ലെ എ ബി അംശബന്ധം ക്യു സി. പിന്നെ എന്തുകൂടി എഴുതിയിരുന്നു? ബി പി ബൈ ബി സി സമം എ ബി ബൈ ക്യു സി വരെ നമ്മൾ എഴുതി വെച്ചിരുന്നു തൊട്ട് മുമ്പ് അല്ലെ. അതന്നെ ഇവിടെ എഴുതി വെച്ചത്. ഇനി നമുക്കറിയാം ക്യു സി ആരുമായിട്ട് ഈക്വൽ ആണ്? നമുക്കറിയാം എ സിയുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ ക്യു സിന്റെ പകരം ആരാക്കി കൊടുത്തു? ഞാന് പി അല്ലെ ആരാക്കി? എ സി ആക്കി മാറ്റി. നമുക്ക് കിട്ടേണ്ടത് ഈ വശവും ഈ വശമാണ് കിട്ടേണ്ടത്. അപ്പൊ ക്യു സി അല്ല അല്ലെ. അപ്പൊ ആരുമായിട്ട് ഈക്വൽ ആയി കിട്ടി? എ സിയുമായിട്ട് ഈക്വൽ ആയി കിട്ടി അല്ലെ. അപ്പൊ ഈ വശവും ഈ വശവും തമ്മിൽ ഈക്വൽ ആക്കണം. ഈ വശം ഈ വശമായി തുല്യാക്കണം. ഇവിടെ നോക്കുക, ബി പി ഇവിടെ ഉണ്ട്, പിന്നെ പി സി ഉണ്ട് അല്ലെ. പി സി എന്ന് പറയുമ്പോ ഈ നീളമാണ്, പിന്നെ എ ബി എന്ന് പറയുമ്പോ ഈ നീളം, എ സി ഇതുണ്ട്, മറ്റേ ക്യു സി എന്ന് ഇവിടെ. അപ്പൊ ഈ നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ എന്ത് കിട്ടിയപ്പോ? എ ബി ബൈ പി സി സമം എ ബി ബൈ ക്യു സി. എന്താ കിട്ടിയത് നമുക്ക് അല്ലെ? ബി പി ബൈ പി സി സമം എ ബി ബൈ എ സി ആണ്. കാരണം എന്താ? ക്യു സിയും എ സിയും തമ്മിൽ തുല്യാണ്. എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അതായത് ഏത് ത്രികോണത്തിലും ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ മുറിക്കുന്ന കോൺ ഉൾപ്പെടുന്ന വശത്തിന്റെ അംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന കോൺ സമഭാജിയാണെങ്കിൽ ഇവിടുത്തെ ബി പി ഈസ്റ്റു പി സി എന്ന് എത്രയായിരിക്കും? 5:3 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അവര് അല്ലെ? എ പി അല്ലെ എ ബി ഈസ്റ്റു എ സി എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഈക്വൽ ആണ്? പി ബി ഈസ്റ്റു പി സി ആണ്. അഥവാ ബി പി ഈസ്റ്റു പി സി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര കിട്ടി? 5:3 എന്ന അംശബന്ധത്തിലാണ് കിട്ടുക. ഇത് റിസൾട്ട് അത്യാവശ്യം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട്, പ്രോബ്ലത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? നമുക്ക് ജസ്റ്റ് റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എ ബി സി എന്ന ത്രികോണുണ്ട്. ഇവിടെ എന്താണ് ഈ വരച്ചത്? കോൺ സമഭാജിയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 5 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 4 സെന്റിമീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഡി ഈസ്റ്റു ഡി സി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5:4 ആയിരിക്കും. അതാണ് നമ്മൾ റിസൾട്ട് ആയി തെളിയിച്ചു കഴിഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു ത്രികോണം എ ബി സി ഉണ്ട്, കോൺ എ സമഭാജിയാണ് ആര്? എ ഡിയുടെ. ഓക്കെ, അപ്പൊ കോൺ എ സമഭാജിയാണ് എ ഡി. അപ്പൊ എ ബിയുടെ വശം 5 സെന്റിമീറ്ററും എ സിയുടെ വശം 4 സെന്റിമീറ്റർ ആണെങ്കിൽ ബി ഡി ഈസ്റ്റു ഡി സി ആണെങ്കിൽ അതൊരു അംശബന്ധം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5:4 ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പ്രോബ്ലത്തിന് വേണ്ടി ഈ റിസൾട്ട് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിന്റെ റിസൾട്ട് ആയി പറഞ്ഞാലോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ത്രികോണം അങ്ങോട്ട് മാറ്റി വരച്ചു. ത്രികോണം അതാണ് എ ബി സി എന്ന ത്രികോണം. എ നിന്നൊരു അല്ലെ കോൺ സമഭാജി വരച്ചിട്ടുണ്ട് ഡി എന്നൊരു വരയിലേക്ക്. എന്ന് പറഞ്ഞാൽ ഈ കോണും ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും. തുല്യമാകണമെങ്കിൽ ഈ കോണും ഈ കോണും പകുതി ആയിരിക്കും. 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 25, ഇവിടെ 25. ഇനി എ ബി എന്ന വശം എ സെന്റിമീറ്റർ ആണ്, എ സി എന്ന വശം ബി സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം ബി ഡി അംശബന്ധം ഡി സി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എ ഈസ്റ്റ് ബി ആണ് അല്ലെ. നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു ബി ഡി ഈസ്റ്റ് ഡി സി ആണെങ്കിൽ 5:4 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ത്രികോണങ്ങൾ തമ്മിൽ അംശബന്ധം, അതായത് എ ഡി ബി എന്ന ത്രികോണവും എ ഡി സി എന്ന ത്രികോണവും തമ്മിൽ അംശബന്ധം എന്തായിരിക്കും? അല്ലെ എ ഈസ്റ്റ് ബി എന്നല്ലേ. അപ്പൊ ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് അംശബന്ധം ത്രികോണം എ ഡി സിയുടെ പരപ്പളവും എന്തായിരിക്കും? എ ഈസ്റ്റു ബി ആയിരിക്കും. നമ്മൾ വളരെ പ്രോബ്ലം ആയി ചെയ്ത് കണ്ടെത്തി അല്ലെ. പക്ഷെ നമ്മൾ റിസൾട്ട് ആക്കി പറഞ്ഞു. പിന്നെ ഒരു ഉദാഹരണമായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അല്ലെ. 5:4 അംശബന്ധം അല്ലെ. ബി ഡി ഡി സി ആണെങ്കിൽ 5:4. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവും ഈ ത്രികോണത്തിന്റെ പരപ്പളവും തമ്മിൽ അംശബന്ധം ആയിരിക്കും 5:4 അല്ലെ. നമ്മള് അല്ലെ സമാന്തര വരകൾ പഠിച്ചപ്പോ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നെ ആയിരിക്കും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ റിസൾട്ട് ആക്കി കൂടി എഴുതിയത്. ക്ലിയർ ആയല്ലോ? അതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി.